എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷഫീഖ് പുൽപ്പാടൻ. ഞാൻ കോട്ടക്കലിലെ മലബാർ പോളിടെക്നിക് കോളേജിലെ അധ്യാപകനാണ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം സെമസ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ അവരുടെ ഒരു വിഷയമായിട്ടുള്ള പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്. ഇതിൽ ഈ വിഷയവുമായിട്ട് SBT തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മളിന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. 1 സെക്കൻഡ്. ഓക്കെ, ടോട്ടൽ 75 മാർക്കിലേക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുള്ളത്. അതിൽ 1 മാർക്കിൻ്റെ 9 ചോദ്യങ്ങളും 3 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളും അതുപോലെ 7 മാർക്കിൻ്റെ 6 ചോദ്യങ്ങളും എന്നിങ്ങനെയായിട്ട് 75 മാർക്കിലേക്കാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് സമയം കളയാതെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് എനി 2 തെർമൽ പവർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യ. റൈറ്റ് ദ നെയിംസ്. ഇന്ത്യയിലുള്ള ഏതെങ്കിലും 2 ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ സുലഭമായിട്ടുള്ള ഏതെങ്കിലും 2 തെർമൽ പവർ പ്ലാന്റിൻ്റെ പേര് ഏതാണ്. അപ്പോൾ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചോദ്യം 3 തവണ മിനിമം വായിച്ചിട്ട് മാത്രം നിങ്ങൾ ഉത്തരം എഴുതാൻ ആരംഭിക്കാൻ പാടുള്ളൂ. അത് PPEയുടെ വിഷയം എന്നുള്ളതല്ല, എല്ലാ വിഷയങ്ങൾക്കാണെങ്കിലും മിനിമം 3 തവണ വായിക്കുക. കാരണം നമ്മൾക്ക് കണ്ട് ശീലിച്ച ഒരു ചോദ്യത്തിൻ്റെ രീതി ആയിരിക്കില്ല ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക, മാറ്റങ്ങൾ വരാം. അപ്പോൾ ചിലപ്പോൾ റൈറ്റ് ദ നെയിംസ്, ചിലപ്പോൾ ലിസ്റ്റ് ദ നെയിംസ് എന്നാവാം, ചിലപ്പോൾ അങ്ങനെ ഏത് രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ 3 തവണ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചോദ്യം എന്താണ്? ഇന്ത്യയിലുള്ള ഏതെങ്കിലും 2 തെർമൽ പവർ പ്ലാന്റുകളെ കുറിച്ചിട്ട് പറയാനാണ്. ഓക്കെ, കോൾ ഫയർഡ് തെർമൽ പവർ പ്ലാന്റ്, ഗ്യാസ് ഫയർഡ് തെർമൽ പവർ പ്ലാന്റ്. കോൾ ഉപയോഗിച്ചുള്ളത് കോൾ ഫയർഡ്, മറ്റേത് ഗ്യാസ് ഫയർഡ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പേര് എഴുതാനുള്ളൂ, പേര് മാത്രം എഴുതാം. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യമാണ്, സ്റ്റീം ടർബൈൻസ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് ഡാഷ് എനർജി ഇൻറ്റു ഡാഷ് എനർജി. ഏത് എനർജിയിൽ നിന്ന് ഏത് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് സ്റ്റീം ടർബൈൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആ ചോദ്യം തന്നെ ചിലപ്പോൾ വേറെ രീതിയിൽ ചോദിക്കാം. വാട്ട് ഇസ് ദ എനർജി കൺവേർഷൻ ഇൻ സ്റ്റീം ടർബൈൻ എന്ന് ചോദിക്കാം. ഓക്കെ, ഡയറക്റ്റായിട്ട് എനർജി കൺവേർഷൻ എന്താണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഏത് രീതിയിലും ചോദ്യം പ്രതീക്ഷിക്കണം. നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചോദിച്ചാലും നമുക്ക് അതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം, ഉത്തരം എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റാവാൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് തെർമൽ എനർജി ഓഫ് സ്റ്റീം ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അതായത് സ്റ്റീമിൻ്റെ തെർമൽ എനർജി എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ കാണുന്ന സ്റ്റീം ടർബൈൻ. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക്. 3ാമത്തെ ചോദ്യം 1 മാർക്കിൻ്റെ ചോദ്യമാണ്. 1 മാർക്കിൻ്റെ ചോദ്യത്തിന് 1 പോയിൻറ്റോ അല്ലെങ്കിൽ 1 സെൻറ്റൻസോ മതി കേട്ടോ. അതിൽ കൂടുതൽ വാരി വലിച്ച് എഴുതാൻ നിൽക്കരുത്. ജസ്റ്റ് ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ സർജ് ടാങ്ക്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ സർജ് ടാങ്ക് ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ സർജ് ടാങ്കിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് മനസ്സിലാക്കിയവർക്കറിയാം, ആ പെൻ സ്റ്റോക്കിൽ ആ വരുന്ന പൈപ്പിൽ ഒരു സർജ് ടാങ്ക് ഉണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ പ്രഷറിലുള്ള പെട്ടെന്ന് വരുന്ന ചേഞ്ചുകളെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അബ്സോർബ് സഡൻ ചേഞ്ചസ് ഇൻ വാട്ടർ പ്രഷർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്തത്, മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് എ ഡീസൽ പവർ പ്ലാന്റ്. മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ്. ഞാൻ പറഞ്ഞു മിനിമം 3 തവണ ക്വസ്റ്റ്യൻ വായിക്കണം. ചോദ്യങ്ങൾ എന്താണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്? മെൻഷൻ എന്നാണ്, അതായത് സൂചിപ്പിക്കുക എന്നുള്ളത്. ചിലപ്പോൾ റൈറ്റ് എന്നുള്ളത് ഉണ്ടാവും, ചിലപ്പോൾ റൈറ്റ് എ ഷോർട്ട് നോട്ട് എന്നുള്ളത് ഉണ്ടാവും, അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറയാം, ലിസ്റ്റ് എനി 2 അഡ്വാൻറ്റേജസ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എനി 2 അഡ്വാൻറ്റേജസ് എന്ന് പറയാം. ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം. അപ്പോൾ ഡീസൽ പവർ പ്ലാന്റിൻ്റെ 2 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഹൈ തെർമൽ എഫിഷ്യൻസി കൂടുതലാണ്. ഫാസ്റ്റ് സ്റ്റാർട്ടപ്പ് ടൈം, സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും. ഓക്കെ, സമയം വളരെ കുറവാണ്, പെട്ടെന്ന് തന്നെ ഡീസൽ പവർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അടുത്ത 5ാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, എക്സ്പാൻഡ് ദ ടേം FBR.
എന്താണ് FBR എന്ന് പറയുന്നത്? ഓക്കെ, മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്ന നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, അതിൻ്റെ ഫുൾ ഫോം ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. എക്സ്പാൻഡ്, അത് വികസിപ്പിക്കുക. FBR എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. റൈറ്റ് ദ ഫിഷൻ റിയാക്ഷൻ ഓഫ് U-235. യുറേനിയം 235 എന്ന് പറയുന്നതിൻ്റെ ഫിഷൻ റിയാക്ഷൻ എന്താണ് എന്ന് എഴുതാനാണ്. ഫിഷൻ റിയാക്ഷൻ പറയുന്നത് ജസ്റ്റ് ഒരു ആ ഇക്വേഷനാണ്, എങ്ങനെയാണ് എന്താണ് ആ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ കാണാതെ പഠിച്ച് നമുക്ക് എഴുതിയാൽ മതി. N + U-235 gives fission products plus 2 to 3 N plus 200 megavolt. സോ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം. ആ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോൺസ് ആണ്. U-235 എന്ന് പറയുന്നത് നമ്മുടെ യുറേനിയം 235ൻ്റെ ആറ്റം, അതായത് ന്യൂട്രോൺസ് യുറേനിയം 235ലേക്ക് ബോംബാർഡ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നടക്കുന്നത്. നമുക്കറിയാലോ, യുറേനിയം 235ലേക്ക് ന്യൂട്രോൺസ് ബോംബാർഡ് ചെയ്യുന്നു. ആ സമയത്ത് എന്തുണ്ടാവുന്നു? ഫിഷൻ പ്രൊഡക്ട്സ് ഉണ്ടാവുന്നു. ഒരു 2-3 ന്യൂട്രോൺസ് പിന്നെ ഉണ്ടാവുന്നു. എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. 200 മെഗാവോൾട്ട് എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ എനർജി നമ്മൾ ഉപയോഗിക്കുന്നു, ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതെല്ലാം നമ്മൾ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇക്വേഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഇക്വേഷൻ മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇത് അതിൻ്റെ കൂടെ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയതാണ്. നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അടുത്തത് 7ാമത്തെ ചോദ്യം. നെയിം ദ ആക്ട് ഇൻ ഇന്ത്യ ഫോർ ബോയിലർ ഓപ്പറേഷൻ. ബോയിലർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഏത് ആക്റ്റാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളത്. എന്താണ് അതിൻ്റെ ഉത്തരം? ഇന്ത്യൻ ബോയിലേഴ്സ് ആക്ട് 1923. ഓക്കെ, അതാണ് അതിൻ്റെ നിയമാവലി. 8ാമത്തെ ചോദ്യം. മെൻഷൻ എനി 2 പൊല്യൂട്ടൻസ് ഇൻ എയർ ഡ്യൂ ടു കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. എന്താണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്? ഫോസിൽ ഫ്യൂവലിൻ്റെ കമ്പഷൻ മൂലം അന്തരീക്ഷത്തിലേക്ക് ഉണ്ടാകുന്ന 2 പൊല്യൂട്ടൻസ്, 2 പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളെ മെൻഷൻ ചെയ്യാനാണ് ചോദ്യം. ചിലപ്പോൾ ലിസ്റ്റ് വരാം, അല്ലെങ്കിൽ റൈറ്റ് പറയാം. റൈറ്റ് എനി 2 പൊല്യൂട്ടൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ 3 തവണ വായിക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, CO2 SO2. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം. എന്താണ്? ലിസ്റ്റ് വേരിയസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. എന്താണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്? അന്തരീക്ഷത്തിലേക്ക്, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന ചൂട് പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുക. ആ കുടുങ്ങിക്കിടക്കുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ എല്ലാത്തിൻ്റെയും ചൂട് കൂടുന്ന ഒരവസ്ഥ. ഇതാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഹരിത ഗ്രഹപ്രഭാവം എന്നുള്ള നമ്മൾ ഈ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് കാരണമാകുന്ന ഒരു വേരിയസ് ഗ്യാസസ് ആരൊക്കെയാണെന്നുള്ളതാണ്. H2O, വാട്ടർ വേപ്പർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥേൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഓസോൺ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം എന്താണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ പെടുന്നതാണ്. അത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവാൻ കാരണമാകുന്ന എന്താണ് ഗ്യാസസ് ആണ് ഇതെല്ലാം. അപ്പോൾ 9 മാർക്ക്. 9 മാർക്കിൽ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? 9 മാർക്ക് കൃത്യമായിട്ട് നമ്മൾ എഴുതണം. പിന്നെ പാർട്ട് ബിയിലേക്ക് നമുക്ക് പോകാം. പാർട്ട് ബിയിൽ 3 മാർക്കിനാണ് ഓരോ ചോദ്യങ്ങളുള്ളത്. നമുക്കതിൽ ഓപ്ഷൻ ഉണ്ട് അല്ലേ? അതായത് 8 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി നമുക്ക്. ഓക്കെ, 8 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് 10 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, പാർട്ട് എയിൽ നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. 9 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ 9 ക്വസ്റ്റ്യനും നമ്മൾ എഴുതണം. പക്ഷെ പാർട്ട് ബിയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം ഉണ്ട്. എന്താണ്? നമ്മൾക്ക് ഈ കാണുന്ന നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? 10 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിയാൽ മതി. പക്ഷെ നമ്മളിത് 8 ക്വസ്റ്റ്യൻ അല്ല ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ 10 ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 മാർക്കിന് ചോദിച്ചാൽ നമ്മൾക്ക് എങ്ങനെയാണ് എഴുതണം? ഏകദേശം ഒരു പാരഗ്രാഫ്. ഓക്കെ, അതൊരു പാരഗ്രാഫൊക്കെ മതി. ഏകദേശം ഒരു 4, 5, 6 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു 3 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എഴുതുന്ന 1 പോയിൻറ്റിന് 1/2 മാർക്ക്, അല്ലെങ്കിൽ നല്ല കുറച്ച് ലെങ്തി ആണെങ്കിൽ 1 മാർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളതിനെ സ്വയം കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഈ ചെയ്ത ആൻസർ ബുക്ക്ലെറ്റിൽ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ് ഈ കാണുന്ന ആൻസർ സ്ക്രിപ്റ്റ്. അപ്പോൾ ഇത് ഇതേപോലെ നിങ്ങൾ കാണാതെ പഠിച്ച് എഴുതണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല. ഇത് എന്താ വെച്ചാൽ ഇൻ കേസ് ഇതൊരു 7 മാർക്കിന് വേണ്ടി ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്.
ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അയക്കാം കേട്ടോ, ഈ PDF-ലേക്കുള്ള. അപ്പോൾ നിങ്ങൾക്കിത് വായിക്കാനും അത് കിട്ടുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം, പാർട്ട് ബിയിലെ. ഡിഫൈൻ ഒക്ടെയ്ൻ നമ്പർ ആൻഡ് സീറ്റെയ്ൻ നമ്പർ. കഴിഞ്ഞോ? ഇല്ല. മെൻഷൻ ദെയർ സിഗ്നിഫിക്കൻസ്. എന്താണ് ഒക്ടെയ്ൻ നമ്പർ, എന്താണ് സീറ്റെയ്ൻ നമ്പർ, അതിൻ്റെ ആവശ്യകതകൾ എന്താണ് എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്തു? സൈഡ് ഹെഡിങ് എഴുതി ഒക്ടെയ്ൻ നമ്പർ. ഒക്ടെയ്ൻ, O, പെട്രോളിൽ കണ്ടില്ലൊരു O, ആ O ആണ് നമ്മളെ മനസ്സിൽ ആദ്യം വരേണ്ടത്. സോ പെട്രോൾ എഞ്ചിനിൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനിൽ നോക്കിങ്ങിന് തടയാനുള്ള ഫ്യൂവലിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിയുടെ മെഷർമെൻറ്റ് അളവിനെയാണ് നമ്മൾ ഒക്ടെയ്ൻ നമ്പർ എന്ന് പറയുന്നത്. ഞാൻ മെൻഷൻ ചെയ്യാം. അതായത് ഒക്ടെയ്ൻ നമ്പർ ഈസ് എ മെഷർ ഓഫ് ഫ്യൂവൽസ് റെസിസ്റ്റൻസ് ടു നോക്കിംഗ്. ഒക്ടെയ്ൻ നമ്പർ എന്ന് പറയുന്നത് മെഷർ ഓഫ് ഫ്യൂവൽസ് റെസിസ്റ്റൻസ് ടു നോക്കിംഗ്. നോക്കിങ്ങിനെ തടയാനുള്ള ഒരു ഫ്യൂവലിൻ്റെ എന്താ പറയുക, കഴിവിൻ്റെ അളവ്, എത്രമാത്രം അതിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽസ് പ്രീ മെച്യൂർലി ഇഗ്നൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രീ മെച്യൂർലി പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് വേണം ഈ ഇഗ്നൈറ്റ് ചെയ്യാൻ, ഈ ഫ്യൂവൽ കത്താൻ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത് കത്തുന്ന സമയത്തിന് മുന്നേ തന്നെ ഇത് കത്തും, നേരത്തെ കത്തും. അപ്പോൾ എന്താ സംഭവിക്കുക? എഞ്ചിൻ്റെ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ കുറയും. അത് എഞ്ചിൻ്റെ ലൈഫിനും തന്നെ അത് ഡാമേജ് വരുത്തും. അപ്പോൾ ഇത് നോക്കുന്നതും അല്ലെങ്കിൽ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊക്കെ നോക്കുന്നത് ഈ ഒക്ടെയ്ൻ നമ്പർ വെച്ചിട്ടാണ്. ഇനി ഇത് നമ്മൾ പറഞ്ഞു, ഗ്യാസോലിൻ എഞ്ചിനിലാണ് പ്രധാനമായിട്ടും ഈ ഒക്ടെയ്ൻ നമ്പർ വരുന്നുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒക്ടെയ്ൻ നമ്പർ വരുന്നത്. ഓക്കെ. സീറ്റെയ്ൻ നമ്പർ എന്ന് പറയുന്നത് ഒരു ഡീസൽ ഫ്യൂവലിൻ്റെ ഇഗ്നീഷൻ ഡിലേയുടെ മെഷറാണ്, അളവാണ്. ഇഗ്നീഷൻ ഡിലേയുടെ മെഷർ. ഇഗ്നീഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഗ്നീഷൻ ഡിലേ ഈസ് എ ടൈം ഇറ്റ് ടേക്സ് ഫോർ എ ഫ്യൂവൽ ടു ഇഗ്നൈറ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഇൻജക്റ്റഡ് ഇൻ ടു ദ കമ്പഷൻ ചേമ്പർ. അതായത് കമ്പഷൻ ചേമ്പറിലേക്ക് ഒരു ഡീസൽ ഫ്യൂവൽ ഇൻജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻജക്റ്റ് ചെയ്യുകയും അത് ഇഗ്നൈറ്റ് ആവുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു സമയമുണ്ടല്ലോ, ചെറിയൊരു ഡിലേ, അതാണ് ഈ ഇഗ്നീഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീറ്റെയ്ൻ നമ്പറും ഇഗ്നീഷൻ ഡിലേയും നമ്മൾ എന്താണ്? ഇഗ്നീഷൻ ഡിലേ കുറഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് സീറ്റെയ്ൻ നമ്പർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇഗ്നീഷൻ ഡിലേ കുറയും, അതായത് പെട്ടെന്ന് കത്തും എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ. സീറ്റെയ്ൻ നമ്പറും ഇഗ്നീഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ സീറ്റെയ്ൻ നമ്പർ കൂടിയാൽ ഇഗ്നീഷൻ ഡിലേ കുറയും. അത് നമുക്കതാണ് വേണ്ടത്. നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തണം, അല്ലാതെ ഇഞ്ചക്ട് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് കത്തുന്ന പരിപാടി നമുക്ക് നടക്കില്ല, ഇഗ്നൈറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 3 മാർക്കിന് എഴുതാലും ജസ്റ്റ് ഒക്ടെയ്ൻ നമ്പർ, സീറ്റെയ്ൻ നമ്പർ എന്നുള്ള സൈഡ് ഹെഡിങ് ചെയ്താൽ ഇത്രയും പോയിന്റ് വാരി വലിച്ച് എഴുതണ്ട. നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം എന്ത് ചെയ്താൽ മതി? നമുക്ക് എഴുതിയാൽ മതി. അടുത്തത് എക്സ്പ്ലെയിൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ. ശ്രദ്ധിച്ചോ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റീജനറേഷൻ ഇൻ തെർമൽ പവർ പ്ലാന്റ്. ഒരു തെർമൽ പവർ പ്ലാന്റിലെ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. അപ്പോൾ തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ പറഞ്ഞ സമയത്ത് അതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. റീഹീറ്റിംഗ്, റീജനറേഷൻ, ബ്ലീഡിങ്, ഇതെല്ലാം നമുക്ക് വരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ നോട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീജനറേഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? റീജനറേഷൻ എന്ന് പറയുന്നത് സ്റ്റീം ടർബൈനിലും ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റിലും, സ്റ്റീം ടർബൈൻ പവർ പ്ലാന്റിലും ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റിലും രണ്ടിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റീജനറേഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് എന്താണ് റീജനറേഷൻ എന്നുള്ളതാണ് നമുക്ക് പറയാം. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോയിലറിൽ നിന്ന് പോകുന്ന സ്റ്റീം ഉണ്ടല്ലോ, ടർബൈനിലേക്ക് എത്തുന്ന സ്റ്റീം, ആ സ്റ്റീമിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഈ ബോയിലറിലേക്ക് പോകുന്ന കോൾഡ് വാട്ടറിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റീജനറേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ടർബൈനിലേക്ക് പോകുന്ന സ്റ്റീമിനെ, നല്ല ചൂടായിരിക്കുമല്ലോ, കാരണം ഈ ബോയിലറിൽ നിന്ന് നേരെ സ്റ്റീം പോയിട്ട് ടർബൈനിലേക്ക് പോവുകയാണ്. ആ ടർബൈനിൽ നിന്ന് പോകുന്ന നല്ല ചൂടുള്ള സ്റ്റീമിനെ അല്ലെങ്കിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബോയിലറിലേക്ക് പോകുന്ന കോൾഡ് വാട്ടർ, ആ വാട്ടറിനെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു? ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഈ റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീജനറേഷൻ ഈസ് ദ പ്രോസസ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ് ദാറ്റ് യൂസസ് ദ ഹീറ്റ് ഫ്രം ദ എക്സോസ്റ്റ് ഗ്യാസ് ടു പ്രീ ഹീറ്റ് ദ വർക്കിംഗ് ഫ്ലൂയിഡ് ബിഫോർ ഇറ്റ് ഈസ് ഹീറ്റഡ് ഇൻ ദ ബോയിലർ. ബോയിലറിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വർക്കിംഗ് ഫ്ലൂയിഡിനെ നമ്മൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം എന്താണ്? മെൻഷൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ.
ഒരു നല്ല ഫ്യൂവലിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ചോദ്യം ചിലപ്പോൾ മാറ്റി ചോദിക്കാം, എന്താണ് റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ലിസ്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ എന്നൊക്കെ ചോദിക്കാം. ഏത് രീതിയിലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ചോദ്യം 3 തവണ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ധാരണ കിട്ടും, എന്താണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഞാൻ എഴുതേണ്ടത് എന്നുള്ളൊരു ധാരണ കിട്ടും. അപ്പോൾ ഇതിൽ 3 മാർക്കിനായതുകൊണ്ട് നമുക്ക് പോയിന്റ് മാത്രം എഴുതിയാൽ മതി. എന്താണ് കലോറിഫിക് വാല്യൂ കൂടുതലുള്ള ഫ്യൂവൽ ആവണം, അത് നല്ല ഒരു ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇഗ്നീഷൻ ടെമ്പറേച്ചർ കുറയുന്നത് എന്ത് ചെയ്യണം, ഒരു എന്താ പറയുക നമ്മുടെ ഫ്യൂവലിൻ്റെ നല്ല ഗുണമാണ്. മുഴുവനായിട്ട് കമ്പഷൻ ചെയ്യണം, കംപ്ലീറ്റ് കമ്പഷൻ നടക്കണം, ഫ്യൂവൽ അവിടെ വെറുതെ കുറച്ച് ബാക്കി ഉണ്ടാവരുത്. പിന്നെ എമിഷൻ കുറവായിരിക്കണം, സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും എളുപ്പമായിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം. ഓക്കെ, അതായത് പൈസയുടെ കാര്യത്തിൽ നമുക്ക് അഫോർഡബിൾ ആവണം, എമിഷൻ കാര്യങ്ങൾ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നല്ല ഫ്യൂവലിന് വേണ്ട നല്ല ഗുണങ്ങൾ, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ശരി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 4ാമത്തെ ചോദ്യം, കമ്പയർ HCV ആൻഡ് LCV. HCVയും LCVയും കമ്പയർ ചെയ്യാനാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് കലോറിഫിക് വാല്യൂവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. HCV എന്ന് പറഞ്ഞാൽ ഹയർ കലോറിഫിക് വാല്യൂ ആണ്, LCV എന്ന് പറഞ്ഞാൽ ലോവർ കലോറിഫിക് വാല്യൂ എന്നാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, ചോദ്യം ചിലപ്പോൾ എങ്ങനെ ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് HCV ആൻഡ് LCV ചിലപ്പോൾ ചോദിക്കാം. കാരണം നിങ്ങൾ ഇതേപോലെ ചോദ്യം കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ചോദ്യത്തിൻ്റെ ടേംസുകൾ ചോദ്യം എങ്ങനെ വേണമെങ്കിലും മാറ്റി ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് ഞാൻ 3 തവണ വായിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാണ് 3 തവണ വായിക്കാൻ. അപ്പോൾ HCV LCV തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. HCV എന്ന് പറഞ്ഞാൽ ഹയർ കലോറിഫിക് വാല്യൂ എന്നാണ്, ഹയർ കലോറിഫിക് വാല്യൂ. അപ്പോൾ എന്താണ് HCV എന്ന് പറയുന്നത്? HCV എന്ന് പറയുന്നത് ഈ നമ്മുടെ സാധാ കലോറിഫിക് വാല്യൂ ഉണ്ടല്ലോ. കലോറിഫിക് വാല്യൂ പറഞ്ഞാൽ എന്താണ്? കലോറിഫിക് വാല്യൂ പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ് ഫ്യൂവല് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ആവുന്ന എനർജിയുടെ അളവാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എനർജിയുടെ അളവ്, അത് കലോറിഫിക് വാല്യൂ, വെറും കലോറിഫിക് വാല്യൂ, CV എന്ന് മാത്രം. അപ്പോൾ HCV എന്ന് പറഞ്ഞാലോ, HCV എന്ന് പറഞ്ഞാൽ CVയുടെ അതേ ലൈനാണ്. ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിലീസാവുന്ന എനർജിയുടെ അളവ്. പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, ഈ കംപ്ലീറ്റ് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ ഉണ്ടല്ലോ, വാട്ടർ വേപ്പറോ അല്ലെങ്കിൽ വേപ്പേഴ്സ് ഉണ്ടല്ലോ, ആ വേപ്പർ വീണ്ടും കണ്ടൻസ് ആവുന്നുണ്ട്. അതായത് ഈ വേപ്പറിനെ പുറത്തേക്ക് വിടൂല. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ അതിൻ്റെ എനർജി എത്ര എനർജി ഉണ്ടാക്കുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്തു? ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ്ഡ് വെൻ എ യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ ഈസ് കംപ്ലീറ്റ്ലി കമ്പസ്റ്റഡ് ആൻഡ് ദ വാട്ടർ വേപ്പർ പ്രൊഡ്യൂസ്ഡ് ഈസ് കണ്ടൻസ്ഡ്. ഈ പോയിന്റ് നമ്മൾ എഴുതണം. വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ഈ ഒരു കിലോഗ്രാം ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ അളവ്, അതാണ് എന്തെന്ന് പറയുന്നത് HCV എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഇതിൻ്റെ യൂണിറ്റ്, കിലോ ജൂൾ പെർ കിലോഗ്രാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. LCV എന്ന് പറഞ്ഞാൽ ലോവർ കലോറിഫിക് വാല്യൂ എന്നാണ്. നമ്മൾ നേരത്തെ HCV പറഞ്ഞ പോലെ തന്നെയാണുള്ളത്, ഒറ്റ ചെറിയൊരു വ്യത്യാസമുള്ളൂ. എന്താണ്? 1 കിലോഗ്രാം മാസ് മുഴുവനായിട്ട് കത്തുമ്പോൾ റിലീസ് ആവുന്ന എനർജിയുടെ അളവാണ് LCV. എങ്ങനെ? നമ്മൾ നേരത്തെ വാട്ടർ വേപ്പർ കണ്ടൻസ് ആവില്ല, ഇത് വാട്ടർ വേപ്പർ കണ്ടൻസ് ആവില്ല. ഇത് ആ വാട്ടർ വേപ്പർ അന്തരീക്ഷത്തിലേക്ക് ഫ്രീ ആയിട്ട് പോവുകയാണ്, ഓപ്പൺ ആണ്. ഓക്കെ, അതിനെ നമ്മൾ പുറത്തേക്ക് ഉള്ളിലേക്ക് കണ്ടൻസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ആ കമ്പഷൻ എന്താണ് അലൗഡ് ടു, അതായത് ആ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോഴുള്ള പ്രൊഡക്ട്സും അത് കമ്പഷൻ നടക്കുന്ന എല്ലാ സാധനങ്ങളും അലൗഡ് ടു എസ്കേപ്പ് ആണ് വിത്തൗട്ട് ബീങ് കണ്ടൻസ് ചെയ്യാതെ അതിനെ പുറത്തേക്ക് തള്ളുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്താൽ ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ അളവാണ് എങ്ങനെയുള്ള കണ്ടീഷനിൽ ആ കമ്പഷൻ നടക്കുമ്പോഴുള്ള പ്രൊഡക്ട്സിനെ നമ്മൾ കണ്ടൻസ് ചെയ്യുന്നില്ല, വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്യുന്നില്ല, അത് അന്തരീക്ഷത്തിലേക്ക് പുറത്തേക്ക് പോകാൻ ഫ്രീ ആയിട്ട് പോകാൻ നമ്മൾ അനുവദിക്കണം. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ എനർജി ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ LCV എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നത്. LCVയുടെ ഫുള്ള് ലോവർ കലോറിഫിക് വാല്യൂ. ഈ പേര് നമ്മൾ മറക്കരുത്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം അല്ലെങ്കിൽ കിലോ കാലറീസ് പെർ കിലോഗ്രാം, എങ്ങനെയാണെങ്കിലും നമുക്ക് പറയാം. ക്ലിയർ ആയാലും ഓക്കെ. 5ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പൈൻഡ് സൈക്കിൾ പവർ ജനറേഷൻ? എന്താണ് കമ്പൈൻഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ?
നമ്മുടെ ഗ്യാസ് ടർബൈനും സ്റ്റീം ടർബൈനും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്യുന്ന പവർ ജനറേഷനാണ് എന്ത്, ഈ കമ്പൈൻഡ് പവർ സൈക്കിൾ ജനറേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഇതിന് 3 മാർക്കിനായതുകൊണ്ട് നമുക്കൊരു 4-5 പോയിന്റ് മാത്രമേ എഴുതിയാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഈ PDF കൊടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് നിങ്ങൾ എഴുതരുത്. ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്? ഞാൻ ഇവിടെ എത്ര കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നോ, അതായത് ഒരു 100% കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓർമ്മയിലുണ്ടാവുക ഒരു 60-70% മാത്രമാണ്. ഓക്കെ, 60-70% മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുള്ളൂ. ആ 70%ത്തിൽ നിന്ന് വെറും 50%മാണ് നിങ്ങൾക്ക് എക്സാം സമയത്ത് എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തരുന്ന ഈ 100% കണ്ടൻറ്റിൽ 50% മാത്രമേ നിങ്ങൾക്ക് അവിടെ എക്സാം ഹോളിൽ എത്തുമ്പോൾ എഴുതാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ 50% നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് തരണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിലേക്ക് പോകരുത്. ഈ PDF നിർബന്ധമായിട്ട് മുഴുവനായിട്ട് നിങ്ങൾ വായിക്കണം. ഓക്കെ, ഞാൻ മനഃപൂർവ്വം ഡിസ്കസ് ചെയ്യാത്ത കുറേ പോയിന്റുകളുണ്ടാവും. ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയ ചില പോയിന്റുകൾ ഇതിലുണ്ടാവും. അപ്പോൾ അതായത് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടല്ല, നിങ്ങൾക്ക് 3 മാർക്ക് അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള പോയിന്റുകൾ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. പക്ഷേ എന്നിരുന്നാലും ഇത് മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിൽ കുറച്ചുകൂടി ആഴത്തിൽ എത്തും. അപ്പോൾ നമുക്കിതിൽ ചോദിച്ചിട്ടുള്ളത് കമ്പൈൻഡ് സൈക്കിൾ പവർ ജനറേഷൻ്റെ അഡ്വാൻറ്റേജുകളാണ്, ഗുണങ്ങൾ മാത്രം. അപ്പോൾ എന്താണ്? കൂടുതൽ ഇലക്ട്രിസിറ്റി, നമുക്ക് കുറഞ്ഞ ഫ്യൂവലിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റും. എങ്ങനെ ഈ കുറഞ്ഞ ഫ്യൂവലിൽ കൂടുതൽ ഇത് പറ്റുന്നത്? കാരണം ഓൾറെഡി ഒരു ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യാനുള്ളൊരു ഫ്യൂവൽ അവിടെ ഉണ്ട്. ആ ഫ്യൂവലിൻ്റെ അതിൽ നിന്ന് വേസ്റ്റായി പോകുന്ന ചൂടുകൊണ്ടാണ് അവിടെ സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാലൻസ് വെറുതെ പോകുന്ന അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് നമ്മൾ വീണ്ടും ഉപയോഗിക്കണം. അപ്പോൾ അതായത് ഒരു ഗ്യാസ് ടർബൈൻ മാത്രമുള്ളൊരു പവർ പ്ലാന്റും ഗ്യാസ് ടർബൈനും അല്ലെങ്കിൽ സ്റ്റീം ടർബൈനും ഒരുമിച്ചുള്ള കമ്പൈൻഡ് പവർ പ്ലാന്റും നമ്മൾ നോക്കുകയാണെങ്കിൽ, കമ്പൈൻഡ് സൈക്കിൾ പവർ ജനറേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പൈൻഡിന് കൂടുതൽ എന്ത് ചെയ്യും, നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കമ്പൈൻഡ് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഇലക്ട്രിസിറ്റി ഓൺ ഡിമാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പവർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ പീക്ക് അവസ്ഥകളുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കറണ്ടൊക്കെ വേണ്ട അവസ്ഥകളുണ്ട്. പീക്ക് അവർ എന്നൊക്കെ കേട്ടില്ലേ, വൈകുന്നേരം 6 to 8 വരെ പീക്ക് അവറാണ്. അത് എല്ലാവരും കറണ്ടൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സമയം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡിമാൻഡുകൾക്കനുസരിച്ച് കൂടുതൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനൊക്കെ ഈ കമ്പൈൻഡ് സൈക്കിളിനെ കൊണ്ട് സിമ്പിളായി പറ്റും. പിന്നെയുള്ള എഫിഷ്യൻസി കൂടുതലാണ്, ഫ്ലെക്സിബിളാണ്. ഓക്കെ, പിന്നെ അതേപോലെ എമിഷൻസ് കുറവാണ്, കമ്പാരിറ്റീവ്ലി എമിഷൻസ് കുറവാണ്. ഫ്യൂവൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ഫ്യൂവൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് ഫ്യൂവൽസും ഒരുപാട് ഫ്യൂവൽസൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാം. ഒരുപാട് ഫ്യൂവൽ ആണ്, എല്ലാ ഫ്യൂവലും എന്നുള്ളതല്ല, നാച്ചുറൽ ഗ്യാസ്, കോള്, ബയോമാസ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത, അതായത് ഒരു ഫ്യൂവലിനെ മാത്രം നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, ഒന്നില്ലെങ്കിൽ വേറെ ആണെങ്കിലും സാധനം വർക്ക് ചെയ്യും. സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി 3 മാർക്കിന്. ഓക്കെ, വാരി വലിച്ചിട്ട് 7 മാർക്കിന് വേണ്ടിയിട്ടുള്ള ഇത്രയും 1-2 പേജൊന്നും എഴുതാൻ നിൽക്കരുത് കേട്ടോ. ഇനി അടുത്ത് 7ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ. ഓക്കെ, എക്സ്പ്ലെയിൻ എഫിഷ്യൻറ്റ് ചെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഈ എക്സ്പ്ലെയിൻ, അതേപോലെ റൈറ്റ് എ ഷോർട്ട് നോട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുതരാം, അതിലൊരു വാക്കിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ നോക്കാം എന്തിനെക്കുറിച്ച്, എന്തെങ്കിലും ഒരു വാക്കിനെ കുറിച്ചിട്ടായിരിക്കും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, അതായത് എഴുതാൻ വേണ്ടി പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയുന്ന 2-3 പോയിന്റ് എഴുതിയാൽ മതി. എന്താ ചോദ്യം എന്താണ്? എക്സ്പ്ലെയിൻ ഫിഷൻ ചെയിൻ. ഓക്കെ, ഫിഷൻ ചെയിൻ. ഈ ഫിഷൻ ചെയിൻ തന്നെയാണ് നമ്മുടെ ഈ എന്താണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചെയിൻ റിയാക്ഷൻ നമ്മുടെ മൊഡ്യൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എന്താണ് ഒരു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ന്യൂക്ലിയർ ഫിഷൻ അതെന്ത് ചെയ്യുന്നു, അതിന് റിലീസാകുന്ന ന്യൂട്രോൺസ് അടുത്തിന് തട്ടുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ്സായിട്ട് നടക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത് ഫിഷൻ ചെയിൻ അല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ എന്ത് ചെയ്തു, ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് സസ്റ്റൈനിങ് സീരീസ് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻസ് ആണ്. അത് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ്റെ ഒരു സീരീസാണ്. ഒന്ന് കഴിഞ്ഞ് ഒന്ന് നമ്മളെ ഈ എന്താ പറയുക മാലയുടെ ചെയിനിൻ്റെ ഇതല്ല, കണ്ണികൾ പോലെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ചെയിൻ റിയാക്ഷനിൽ ഒരു ന്യൂട്രോൺ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റായിട്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വീണ്ടും 2-3 ന്യൂട്രോൺസ് വീണ്ടും വരുന്നു. അത് വീണ്ടും അടുത്ത എന്താ പറയുക ന്യൂക്ലിയസിന് തട്ടിയിട്ട് അതിൽ നിന്ന് വീണ്ടും ന്യൂട്രോൺസ് വരുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ
ഫ്യൂവൽ കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ പ്രോസസ്സ് ഫുള്ളായിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഫിഷൻ ചെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് യുറേനിയം 235. അതിൻ്റെ എക്സാമ്പിളാണ് യുറേനിയം 235ന് ഒരു ന്യൂട്രോൺ വെച്ച് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, അത് ബാരിയവും ക്രിപ്റ്റോണുമായിട്ട് മാറുകയാണ്. ഓക്കെ, അത് നമ്മൾ ന്യൂക്ലിയർ റിയാക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു യുറേനിയം 235 ആണ് ഫിസൈൽ മെറ്റീരിയലാണ്. ഫിസൈൽ മെറ്റീരിയൽ, ഫെർട്ടൈൽ മെറ്റീരിയൽ എന്നൊക്കെ ഉണ്ട്. ഫെർട്ടൈൽ മെറ്റീരിയൽ പറഞ്ഞാൽ അത് സ്വയം അതിന് എന്താ പറയുക ന്യൂക്ലിയർ റിയാക്ഷൻ സാധ്യമാവില്ല. ഫെർട്ടൈൽ മെറ്റീരിയലിനെ ഫിസൈൽ മെറ്റീരിയൽ ആക്കിയാലാണ് എന്ത് ചെയ്യുള്ളൂ, ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ യുറേനിയം 235 എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഫ്യൂവൽ ഫിസൈൽ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മളൊരു ന്യൂട്രോൺ കൊണ്ട് ബോംബാർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയുക, അത് ബോംബാക്രമണം എന്നൊക്കെ കേട്ടില്ലേ, അതാണ് ബോംബാർഡ് ചെയ്യുക. അപ്പോൾ ഒരു ന്യൂട്രോൺ കൊണ്ട് ഒരൊറ്റ എറി എറിഞ്ഞാൽ ഇതിൻ്റെ ഈ ന്യൂക്ലിയസ് 2 കഷ്ണമാവും. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും, 2 കഷ്ണമാവും. എന്താണ് 2 കഷ്ണം? ഒന്ന് ബാരിയവും ഒന്ന് ക്രിപ്റ്റോണുമായിട്ട് മാറും. അതിൻ്റെ പേരുകളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത 7ാമത്തെ ചോദ്യം, ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യാനെന്നല്ല. ലിസ്റ്റ് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസ് ഓഫ് തെർമൽ പവർ പ്ലാന്റ്. തെർമൽ പവർ പ്ലാന്റ് മൂലമുണ്ടാവുന്ന സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസ് ഓഫ് തെർമൽ പവർ പ്ലാന്റ്. അപ്പോൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസ്, അപ്പോൾ നമ്മൾ 2 ഹെഡിങ് എഴുതും. ആദ്യം എന്ത് ചെയ്തും, സോഷ്യൽ ഇഷ്യൂസ് എന്ന് എഴുതും. 3 മാർക്കിനാണ് വാരി വലിച്ച് എഴുതേണ്ട. സോഷ്യൽ ഇഷ്യൂസിൽ എന്തൊക്കെ വരാം? എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ട്, അന്തരീക്ഷത്തിന് പ്രശ്നമുണ്ട്. ഹെൽത്ത് ഇമ്പാക്റ്റുകളുണ്ട്, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സ്ഥലത്തിന് ലാൻഡ് യൂസ് ആൻഡ് പ്രോപ്പർട്ടി വാല്യൂസ്, സ്ഥലത്തിൻ്റെ വിലകളിലും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. സോഷ്യൽ ഡിസ്ട്രപ്ഷൻ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് എന്താ പറയുക സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ കുറേ പ്രയാസങ്ങളുണ്ട്. സൗണ്ട് കൂടുതലും ട്രാഫിക് കൂടുതലും കാര്യങ്ങളൊക്കെ ആയിട്ട്. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, എനർജി ആക്സസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്കണോമിക് ഇഷ്യൂസ്, ഇതിലൊരു 2-3 പോയിന്റുകളൊക്കെ എഴുതിയാൽ മതി കേട്ടോ. എക്കണോമിക് ഇഷ്യൂസ്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒന്ന് എനർജി കോസ്റ്റ്, അതായത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ എന്താണ്, എനർജി ഉണ്ടാക്കാൻ ആവശ്യമുള്ള കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ കോസ്റ്റ് ആരെന്ന് വാങ്ങിക്കും? ഇതിനെ കൺസ്യൂമർ എടുത്ത് വാങ്ങിക്കും. ഓക്കെ, അപ്പോൾ 10 രൂപയൊക്കെ കിട്ടുന്ന നമുക്ക് ഒരു യൂണിറ്റിന് കിട്ടുന്ന ചിലപ്പോൾ 20-30 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് എനർജിയുടെ കോസ്റ്റ് ഉണ്ട്. പിന്നെ ജോബ് ക്രിയേഷൻ, വാട്ടർ യൂസ്, ടെക്നിക്കൽ ഇന്നോവേഷൻ, അത് വെള്ളം കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് അതിലുണ്ട്. നമ്മളുടെ ഈ 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ സെൻസ് ആണ്. നമ്മൾ ഉത്തരങ്ങൾ കാണാപ്പാടം പഠിക്കല്ലേ വേണ്ടത്, നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ടാണ് നമ്മൾ 4ാമത്തെ മൊഡ്യൂൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ലാസ്റ്റ്. ഓക്കെ, 8ാമത്തെ ചോദ്യം, ഹൗ ആസിഡ് റെയിൻ ഈസ് ഫോംഡ്, വാട്ട് ആർ ഇറ്റ്സ് ഹാംഫുൾ എഫക്ട്സ്. ഹൗ, എങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്? ഓക്കെ, അപ്പോൾ ആസിഡ് റെയിൻ എന്താണ്? ആസിഡ് റെയിൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളും, അതായത് SO2, NOx തുടങ്ങിയിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പൊല്യൂട്ടൻസ്, ഇത് അന്തരീക്ഷത്തിലുള്ള വാട്ടറിൻ്റെ pH ലെവൽ 7ലും കുറക്കും, 7ലും താഴെയാക്കും. അതായത് 7ആണ് നമ്മൾ നോർമൽ അന്തരീക്ഷത്തിൻ്റെ ഒരു സാധാ വെള്ളത്തിൻ്റെ ഒരു pH വാല്യൂ എന്ന് പറയുന്നത്. 7ലും കുറച്ചാൽ എന്താണ്, അത് അസിഡിക് ഗുണങ്ങൾ കാണിക്കും. ഒരു ആസിഡ് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാ ഗുണങ്ങളും ഈ pH 7 കുറഞ്ഞത് കാണിക്കും. 7 കൂടിക്കഴിഞ്ഞാൽ ആൽക്കലി സ്വഭാവമാണ് കാണിക്കുക. അപ്പോൾ ഇത് 7 കുറയും. അപ്പോൾ ആസിഡ് സ്വഭാവമുള്ള വെള്ളവും ആസിഡ് സ്വഭാവമുള്ള ഡ്രൈ ഡെപ്പോസിഷൻസ്, അതായത് പൊടികളിലും കാര്യങ്ങളും, ആസിഡ് സ്വഭാവമുള്ള മഞ്ഞ്, ആസിഡ് സ്നോ, ആസിഡ് ഫോഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ ഇതിൽ ആസിഡ് റെയിനിനെ കുറിച്ചാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ആസിഡ് റെയിൻ. ഓക്കെ, അതായത് റെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ മഴ, പക്ഷേ എന്താണ് ആ മഴയിൽ ആസിഡിൻ്റെ ഗുണങ്ങളുടെ, ആസിഡ് ആ വരുന്ന വെള്ളത്തിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 5ലും താഴെയാണ്. അതായത് അത് ആസിഡ് നമ്മുടെ മേത്തിലേക്ക് വരുന്ന അതേ ഫീലിംഗ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് ഫോർമേഷൻ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് ഇതിൽ 3 മാർക്കിനായതുകൊണ്ട് നമുക്കതിൽ എഴുതണ്ട. എന്താ പറയുക, ജസ്റ്റ് ഒന്ന് എഴുതി പോയാൽ മതി. എന്താണ് ഈ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ആണ് ഇതിന് കാരണക്കാരൻ. പിന്നെ ഇതിൻ്റെ എഫക്റ്റ് എന്താണ്, മരങ്ങൾക്കും കാടുകൾക്കൊക്കെ പ്രശ്നമാണ്. പിന്നെ നമ്മുടെ നദികൾക്കൊക്കെ പ്രശ്നമാണ്. ബിൽഡിങ്ങുകളൊക്കെ കൊറോഷൻ പെട്ടെന്ന് സംഭവിക്കും. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മണ്ണിനെ നശിപ്പിക്കും. ഇതൊക്കെയാണ് ഈ ആസിഡ് റെയിനിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, കാടിനും മരങ്ങൾക്കൊക്കെ പ്രശ്നമാണ്. പിന്നെ പുഴകൾക്കും നദികൾക്കൊക്കെ എല്ലാം പ്രശ്നമാണ്. ബിൽഡിങ്ങുകളെ കൊറോഷൻ സംഭവിക്കും. നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കും.
മണ്ണിനെ ദോഷകരമായിട്ട് നമുക്ക് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഈ PDF കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് മുഴുവനായിട്ട് വായിക്കാം. കാരണം ഇതേ ചോദ്യം 7 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ, സെയിം ചോദ്യം 7 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത്, കമൻറ്റ് ഓൺ തെർമൽ പൊല്യൂഷൻ ഫ്രം പവർ പ്ലാന്റ്. കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഒരു ഒന്നോ രണ്ടോ കമൻറ്റ് ചെയ്തിട്ട് ആ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇതിൽ തെർമൽ പവർ പ്ലാന്റിനെ കുറിച്ചിട്ട് അതിൻ്റെ പൊല്യൂഷനെ കുറിച്ചിട്ട് എഴുതാനാണ് ഇവർ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എക്സ്പ്ലെയിൻ അബൌട്ട് ദ തെർമൽ പൊല്യൂഷൻ ഫ്രം പവർ പ്ലാന്റ്. ഓക്കെ, അടുത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റ് എ നോട്ട് ഓൺ തെർമൽ പൊല്യൂഷൻ ഫ്രം പവർ പ്ലാന്റ്. അപ്പോൾ ഇതിൽ ഒറ്റയടിക്ക് നമ്മൾ ഈ തെർമൽ എന്താ പറയുക, ഒറ്റയടിക്ക് നമുക്ക് ഈ പൊല്യൂഷൻ കാണുമ്പോൾ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ എഴുതി തുടങ്ങാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ കാണുമ്പോൾ നേരെ പവർ പ്ലാന്റ് എന്തെങ്കിലുണ്ടല്ലോ, അപ്പോൾ പവർ പ്ലാന്റിനെ കുറിച്ചായിരിക്കും ചോദിക്കല്. അങ്ങനെ ചിന്തിക്കരുത്. ഒരു 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവാം, പവർ പ്ലാന്റിൽ നിന്നുള്ള തെർമൽ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ പൊല്യൂഷൻസ് ഉണ്ടല്ലോ പവർ പ്ലാന്റ് കാരണം. വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ തെർമൽ പൊല്യൂഷൻ ഉണ്ട്, കുറേ സോയിൽ പൊല്യൂഷൻ ഉണ്ട്, കുറേ പൊല്യൂഷൻസ് ഉണ്ട്. അതിൽ തെർമൽ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് എന്തുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ നമ്മുടെ ഈ എന്താ പറയുക ബോയിലറിൽ നിന്ന് വരുന്നതും അതേപോലെ കണ്ടൻസറിൽ നിന്നൊക്കെ വരുന്ന ചൂടുള്ള വാട്ടർ, ഓക്കെ, അതിനെ തണുപ്പിക്കാൻ വേണ്ടി അവിടെ സിസ്റ്റം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചൂടുവെള്ളം അടുത്തുള്ള പുഴകളിലേക്കോ അല്ലെങ്കിൽ നദികളിലേക്കോ ആണ് ഇത് കടത്തി വിടുന്നത്. അപ്പോൾ ഇത് കടത്തി വിടുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം. ഒരു പുഴയുടെ ചൂട് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, വെള്ളത്തിൻ്റെ ചൂട് കൂടിയാൽ അത് മീനുകൾക്ക് അത് പ്രശ്നമാണ്. അതിൽ മീനുകൾ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളും ഉണ്ടാവും വെള്ളത്തിൽ ജീവിക്കുന്നത്, അതിറ്റങ്ങൾക്കൊക്കെ അത് പ്രശ്നമാണ്. അതേപോലെ ഓക്സിജൻ്റെ ലെവല് കുറയും. പിന്നെ ഈ ഫുഡ് ചേഞ്ചുകളിലൊക്കെ വ്യത്യാസം വരും. അതായത് ഓരോ ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ, അതായത് ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഫുഡ് ചെയിൻ എന്നുള്ള അറിയില്ലേ, ഒരു മീൻ വേറെ സാധനത്തിനെ ഭക്ഷിക്കുന്നു, അതിനെ വേറൊന്ന് ഭക്ഷിക്കുന്നു, ആ ഒരു ചെയിൻ, ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതിനെല്ലാം അത് ഇമ്പാക്റ്റ് വരുത്തും. പിന്നെ നമ്മുടെ മീനുകൾ ചത്തൊടുങ്ങാനും അതേപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെ ജലത്തിൽ ജീവിക്കുന്ന സാധനങ്ങളൊക്കെ ചാവാനും കാര്യങ്ങൾക്കൊക്കെ അത് കാരണമാകും. ഓക്കെ, അപ്പോൾ തെർമൽ പൊല്യൂഷൻ കാരണം അതാണ് നടക്കുക. ഈ തെർമൽ പൊല്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ എന്താ ചെയ്യുക, കൂളിംഗ് ടവർ ഉപയോഗിക്കാം, റീസൈക്കിൾ, ആ വെള്ളം തന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം, എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ പ്ലാന്റുകൾ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഇത് കുറക്കാൻ സാധിക്കും. അടുത്തത്, ഡിസ്ക്രൈബ് ദ സേഫ്റ്റി മെഷേഴ്സ് ഇൻ എ കെമിക്കൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. ഒരു പവർ പ്ലാന്റിലെ കെമിക്കൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം നമ്മൾ നോക്കുന്ന സമയത്ത് അതിലുള്ള സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെയാണ്? 3 മാർക്കിനാണ്. ഒരു 5-6 പോയിൻ്റ് എഴുതിയാൽ മതി. ഫസ്റ്റ് നമ്മളെന്ത് ചെയ്യുന്നു, അതിൽ പ്രോപ്പറായിട്ടുള്ള ലേബലിങ്ങും ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേണം. എന്തൊക്കെ മെറ്റീരിയലാണ് അതൊക്കെ കറക്റ്റായിട്ട് ലേബിൾ ചെയ്ത് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് PPE, നമ്മൾ പണ്ട് കൊറോണയുടെ സമയത്ത് PPE കിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കേട്ടിരുന്നു അല്ലേ, ശരീരം മുഴുവൻ മൂടുന്ന രീതിയിലുള്ള പ്രത്യേക കിറ്റുകൾ. അപ്പോൾ അത് മാത്രമല്ല PPE കിറ്റ്, അതൊരു ടൈപ്പ് PPE കിറ്റാണ്. നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന ഗ്ലൗസ്, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്രോണ്, അതേപോലെ നല്ല ഷൂകൾ, ഇതെല്ലാം ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൽ പെടുന്നതാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ഹാറ്റ്, നമ്മുടെ തൊപ്പി, അതൊക്കെ, അല്ലെങ്കിൽ ഹെൽമെറ്റ്, ഇതെല്ലാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ PPE എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിച്ചിരിക്കണം. എഞ്ചിനീയറിംഗ് കൺട്രോൾസ്, ഹൗസ് കീപ്പിംഗ്, സ്പിൽ പ്രിവെൻഷൻ, ട്രെയിനിങ്, മോണിറ്ററിങ്, എക്സ്പോഷർ, റെക്കോർഡ് കീപ്പിംഗ്. അതായത് നമുക്ക് ഈ കെമിക്കൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കൃത്യമായിട്ട് വൃത്തിയായിട്ട് വെക്കണം. സ്പില്ല് ചെയ്യുന്നത്, അതായത് അത് പുറത്തേക്ക് ഒഴുകുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കണം. അതേപോലെ ട്രെയിനിങ് ആൻഡ് എമർജൻസി പ്രൊസീജിയർ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയിരിക്കണം. അതേപോലെ മോണിറ്റർ ചെയ്യണം, കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യണം. അതിൻ്റെ റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് ഡോക്യുമെൻ്റായിട്ട് എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഒരു കെമിക്കലി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മളിനി പാർട്ട് സിയിലേക്ക് കിടക്കാം. പാർട്ട് സിയിൽ മൊത്തം 12 ചോദ്യങ്ങളുണ്ട്. അതിൽ
6 ഓർ ക്വസ്റ്റ്യനാണ്. 12 ചോദ്യങ്ങളിൽ 6 ഓർ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്ന രീതി നമുക്കറിയാം. 1, 2 ഇത് രണ്ടും ഓർ ക്വസ്റ്റ്യനാണ്. അതായത് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 എഴുതിയാൽ മതി. 3, 4 ഓറാണ്, 5, 6 ഓറാണ്. അങ്ങനെ ഈ ഓർ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. രണ്ടും അറ്റൻഡ് ചെയ്ത് വിചാരിച്ചിട്ട് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. ശരി, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഈ 12 ക്വസ്റ്റ്യനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യാം, ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഏകദേശം ഇത്രയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് മെയിൻ എക്സാമിനും ഇന്ന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് തെർമൽ പവർ പ്ലാന്റ് വിത്ത് ലൈൻ ഡയഗ്രാം. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനെക്കുറിച്ച്? തെർമൽ പവർ പ്ലാന്റിനെ കുറിച്ചിട്ട്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മളെ നിയമം എന്താണ്, 3 തവണ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രമേ എക്സാം ആൻസർ എഴുതി തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. ശരി, എൻ്റെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് 7 മാർക്കിന് ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ആൻസർ സ്ക്രിപ്റ്റിൽ ചോദിക്കാറിയോ? ഏകദേശം 3.5 മാർക്ക് ആ ഇമേജിനും ബാക്കി 3.5 മാർക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനും. അങ്ങനെയാണ് അത് ക്ലാസിഫൈ അതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമുക്കറിയാം എല്ലാ ഫിഗറുകൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കും അല്ലേ. നമ്മുടെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് പെട്ടെന്ന് പിക്ചറായിട്ട് നമുക്ക് മനസ്സിലോർക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ കാണുന്ന ഫിഗറാണ് നമ്മുടെ തെർമൽ പവർ പ്ലാന്റിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, പല പുസ്തകങ്ങൾ നോക്കുമ്പോഴും പല ചിത്രങ്ങളായിരിക്കും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പം എന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചിത്രം ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ എക്സ്പ്ലനേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 7 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാറ്? ആദ്യം തന്നെ ഫിഗറാണ് വരക്കും. നല്ല വൃത്തിയായിട്ട് അതിൻ്റെ പാർട്സൊക്കെ രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ ഫിഗർ വരക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു 2-3 ലൈനിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഈ വാക്ക്, ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിൽ എന്താണ് തെർമൽ പവർ പ്ലാന്റ് എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം ഒരു സൈഡ് ഹെഡിങ് ചെയ്തും കമ്പോണൻസ് എഴുതിയിട്ട് നമ്മൾ ഫിഗറിൽ വരച്ച കമ്പോണൻസ് ഉണ്ടല്ലോ, ആ കമ്പോണൻസൊക്കെ നമ്മൾ താഴത്തേക്ക് മാറ്റി എഴുതിയാൽ മാത്രം മതിയാവും, പോരാ. ആ മാറ്റി എഴുതിയിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ 2-3 ലൈനിൽ നിങ്ങൾക്ക് അറിയുന്നത് എന്താണത് സംഭവം എന്നുള്ളത് അതുകൂടി എന്ത് ചെയ്യണം, ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ തന്നെ ഏകദേശം ഒരു പേജൊക്കെ മുഴുവനായിട്ട് തീരും. പിന്നെന്ത് ചെയ്യുന്നു, അടുത്ത സൈഡ് ഹെഡിങ് എന്ന് പറയുന്നത് വർക്കിംഗ് ആണ്. അതായത് ഈ പറഞ്ഞ ഫിഗറിലുള്ള എന്താണോ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് അതിൻ്റെ വർക്കിംഗ് എന്ത് ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു. എന്നിട്ടും ഒരു 1.5 പേജ് അല്ലെങ്കിൽ 2 പേജ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാം. അതേപോലെ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ വർക്കിംഗ് എന്ന് പറയാം. ഈ കാണുന്ന ഫിഗറാണ് നമ്മുടെ തെർമൽ പവർ പ്ലാന്റിൻ്റെ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്, ഒരു ബോയിലർ ഉണ്ട്, കണ്ടുണ്ടോ? ഇതാണ് ബോയിലർ. ഈ കാണുന്ന സ്ക്വയറിൽ കാണുന്നതാണ് ബോയിലർ. പിന്നെ നേരെ എന്താണ്, നമ്മുടെ കോൾ ഹൂപ്പർ ഉണ്ട്, ടർബൈൻ ഉണ്ട്, പിന്നെ നമ്മുടെ കണ്ടൻസർ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്. പിന്നെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് വാട്ടർ പമ്പ് ഉണ്ട്, കൂളിംഗ് ടവർ. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ചിമ്മിനിയും വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. അപ്പോൾ ഇത്രയും പാർട്സുകളുണ്ട് നമ്മുടെ ഈ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇതൊരു പവർ പ്ലാന്റ് ആണ്. ഇവിടെ നമ്മൾ ഹീറ്റ് എനർജിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തെർമൽ പവർ പ്ലാന്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞുതരാം. വാട്ടർ, നമ്മുടെ സാധാ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഈ ബോയിലറിലേക്ക് എത്തുകയാണ്. ഇതാണ് ബോയിലർ, നമ്മൾ നേരത്തെ പറഞ്ഞു ബോയിലർ. ഈ ബോയിലറിലേക്ക് താഴെ നിന്ന് എത്തുന്ന വെള്ളം ഇവിടെ ഫുള്ള് ചൂടാണ്. ഓക്കെ, തീ വെച്ചിട്ടോ അല്ലെങ്കിൽ കോൾ വെച്ചിട്ടോ കൽക്കരി വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെത്തേഡിൽ ഇവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം നേരെ ഇതിനുള്ളിലൂടെ പോയി പുറത്തേക്ക് എത്തുമ്പോൾ ഇതിന് ഫുള്ള് എന്തായിട്ടുണ്ടാവും, സ്റ്റീമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് വാട്ടറായിട്ട് കയറുന്ന ആൾ പുറത്തെത്തുമ്പോൾ സ്റ്റീമായി. ഈ സ്റ്റീമാണ് നേരെ ടർബൈനിലേക്ക് പോകുന്നത്.
അങ്ങനെ ഈ ടർബൈൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ടർബൈൻ്റെ ഉള്ളിൽ ബ്ലേഡും കാര്യങ്ങളുണ്ട്. ഈ ടർബൈൻ എന്ത് ചെയ്യും? കറങ്ങും. ഈ ടർബൈൻ കറങ്ങുമ്പോൾ ടർബൈനോട് നേരെ എടുത്താണ് നമ്മൾ ഓൾട്ടർനേറ്റർ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ജനറേറ്റർ എന്നും പറയാറുണ്ട്. ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ കറങ്ങും. ജനറേറ്റർ അറിയാലോ നമുക്ക്, മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഈ ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറേറ്ററിൽ നിന്ന് എന്ത് ചെയ്യും? കറണ്ട് പുറത്തേക്ക് നമ്മുടെ സപ്ലൈ ലൈനിലേക്ക് പോകും. ഓക്കെ, നേരെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വഴി പുറത്തേക്ക് എത്തും. അപ്പോൾ ഇത്രയും ഈ സംഭവങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് എത്തുന്ന സ്റ്റീം, ടർബൈനിലേക്ക് എത്തുന്ന സ്റ്റീം എന്താ പിന്നെ എടുക്കാൻ പോകുന്നത്? നേരെ പോകുന്നത് കണ്ടൻസറിലേക്കാണ്. കണ്ടൻസറിൻ്റെ പരിപാടി എന്താണ്? ഈ സ്റ്റീം, നല്ല ചൂടായിട്ടുള്ള ഈ ആവി ഉണ്ടല്ലോ, ഈ സ്റ്റീമിനെ തണുപ്പിച്ചിട്ട് വീണ്ടും വെള്ളമാക്കി മാറ്റും. വീണ്ടും വെള്ളമാക്കും. ഈ വെള്ളം എന്ത് ചെയ്യും? ഫീഡ് വാട്ടർ പമ്പ് നേരെ തിരിച്ച് വീണ്ടും ബോയിലറിലേക്ക് കൊടുക്കും. ബോയിലറിൽ നിന്ന് വീണ്ടും ആ വെള്ളം സ്റ്റീമാവും. ആ സ്റ്റീം നേരെ ടർബൈനിലേക്ക് വരും. ടർബൈനിൽ നിന്ന് നേരെ കണ്ടൻസറിലേക്ക് വരും. കണ്ടൻസറിൽ നിന്ന് നേരെ എന്ത് ചെയ്യും? ഈ കാണുന്ന ബോയിലറിലേക്ക് തിരിച്ചു വരും. ഇതിങ്ങനെ ഒരു ലൂപ്പായിട്ട് നിൽക്കും. അപ്പോൾ ഈ കണ്ടൻസറിൽ തണുപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ, ഈ തണുപ്പിക്കുന്ന ആളാണ് നമ്മുടെ കൂളിംഗ് ടവർ. ഈ കൂളിംഗ് ടവറിൽ പറഞ്ഞാൽ വെള്ളം ഈ എന്താ പറയുക, വെള്ളം ഇങ്ങനെ ഇതിലേക്ക് പാസ് ചെയ്ത് കണ്ടൻസറിലൂടെ പാസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഇത് ചൂടായിട്ടുണ്ടാവും. തണുത്ത വെള്ളം ഇങ്ങോട്ട് പോകുന്നു, ചൂടുവെള്ളം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത് തണുക്കും. കണ്ടൻസറിൻ്റെ ഉള്ളിൽ നമ്മുടെ വാട്ടർ തണുക്കും. ഇനി ഇതിന് എക്സ്ട്രാ നമുക്ക് വെള്ളം വേണമെങ്കിൽ ഈ വെള്ളമൊക്കെ ഇവിടുന്ന് എടുക്കാം. ഇവിടെ കണ്ടില്ല, അടിയിൽ വാട്ടർ സ്റ്റോറേജ്, ഒന്നെങ്കിൽ വാട്ടർ സ്റ്റോറേജ് അല്ലെങ്കിൽ റിവർ, ലേക്ക്, അത് പുഴയിൽ നിന്നൊക്കെ നേരിട്ട് വെള്ളം അങ്ങോട്ട് എടുക്കും, സപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിനുള്ള നടക്കുന്നത്. അപ്പോൾ ഇനി ഈ ഇടതുഭാഗത്ത് നിന്ന് കിടക്കുന്ന സാധനങ്ങൾ എന്താണ്? ഈ കോൾ ഹോപ്പർ, പൾവറൈസർ, ആഷ് ഹോപ്പർ, പ്രസിപ്പിറ്റേറ്റർ, ചിമ്നി, ഇതൊക്കെ എന്തിനാണ്? കോൾ ഹോപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമുക്കിതിങ്ങനെ ഒരു മനുഷ്യനെ അവിടെ ഇങ്ങനെ കൊണ്ടിങ്ങനെ കൽക്കരിക്കാൻ പറ്റില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ കണക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പോകേണ്ട ഒരു സജ്ജീകരണം അവിടെ വേണം. അപ്പോൾ അതാണ് ഈ കോൾ ഹോപ്പർ എന്ന് പറയുന്ന ആൾ. കോൾ ഹോപ്പറിൽ നമ്മൾ കോള് ഓൾറെഡി നിറച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇവിടേക്ക് എന്ത് ചെയ്യും? ഈ എയറും കോളും കൂടി വന്നിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് ഫയർ ഉണ്ടാവുന്ന പ്രോസസ്സ് അവിടെ എന്ത് ചെയ്തോളും? നടന്നോളും. അപ്പോൾ ഇത് ഓൾറെഡി നമുക്കറിയാം, ആഷ് കത്തുമ്പോൾ ചാരം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ചാരം നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഷ് ഹോപ്പർ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫിഗർ വരക്കും. പിന്നെ എന്താണ് അതിൻ്റെ കമ്പോണൻസ് നമ്മൾ എഴുതും. കമ്പോണൻസ്. ഓക്കെ, കമ്പോണൻസിൽ എന്തൊക്കെയാണ് നമ്മൾ എഴുതുന്നത്? ഫ്യൂവൽ ഉണ്ട്, ബോയിലർ ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഓരോരോ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് എഴുതണം. ബോയിലർ എന്താണ്? ബോയിലറാണ് നമ്മുടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഫിഗറിൽ കാണാത്ത ഒരാളുണ്ട്, സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട്. സൂപ്പർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീം ഉണ്ടല്ലോ, ഇവിടുന്ന് ബോയിലറിൽ നിന്ന് ടർബൈനിലേക്ക് പോകുന്ന സ്റ്റീം, അതിനെ ഒന്നുകൂടി സൂപ്പർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ്, അതായത് ഒന്നുകൂടി അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ഈ കാണുന്ന സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടെ അതിൻ്റെ എഫിഷ്യൻസി കുറച്ച് കൂടും. പിന്നെ നമ്മൾ ഇതും അതിൻ്റെ അടുത്ത കമ്പോണൻറ്റ് ടർബൈൻ. എന്താണ്? ആ സ്റ്റീമിൻ്റെ എനർജിയെ കറക്കമാക്കി മാറ്റുന്ന, റൊട്ടേഷണൽ എനർജിയാക്കി മാറ്റുന്ന ആളാണ് ടർബൈൻ എന്ന് പറയുന്നത്. കണ്ടൻസർ എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. ടർബൈനിൽ നിന്ന് വരുന്ന സ്റ്റീമിനെ തണുപ്പിച്ചിട്ട് വീണ്ടും വെള്ളമാക്കി മാറ്റിയിട്ട് പിന്നെ വീണ്ടും ബോയിലറിലേക്ക് കടത്തിവിടുന്ന ആളാണ് കണ്ടൻസർ എന്നത്. കൂളിംഗ് വാട്ടർ പമ്പ് പറയുമ്പോൾ നമ്മൾ കണ്ടൻസറിൽ നിന്ന് കൂളിംഗ് ടവറിലേക്ക് ഒരു സർക്കുലേഷൻ ഉണ്ടല്ലോ, അവിടുന്ന് അതായത് കണ്ടൻസറിൽ നിന്ന് വെള്ളം തണുപ്പിക്കുകയാണെങ്കിൽ സ്റ്റീമിനെ തണുപ്പിക്കുമ്പോൾ ആ ചൂട് പുറത്തേക്ക് കൊടുക്കണം. ആ പുറത്തേക്കാണ് അത് കൊടുക്കുന്ന ആൾ കൂളിംഗ് ടവറാണ്. ആ കൂളിംഗ് ടവറിലേക്ക് എത്തിക്കുന്ന ആളാണ് കൂളിംഗ് വാട്ടർ പമ്പ് എന്ന് പറയുന്നത്. പിന്നെ ബോയിലർ ഫീഡ് പമ്പ്. ഈ കണ്ടൻസറിൽ നിന്നുള്ള ബോയിലർ ഫീഡ് പമ്പ്. കണ്ടൻസറിൽ നിന്നുള്ള വാട്ടറിനെ ബോയിലറിലേക്ക് എത്തിക്കുന്ന ആളാണ് ബോയിലർ ഫീഡ് പമ്പ്. പിന്നെ ജനറേറ്റർ ഉണ്ട്. ജനറേറ്റർ എന്താണ്? മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ്. ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ജനറേറ്റർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലൈനുകളിലേക്ക് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗണും ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ലൈന്, നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന ലൈന്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻസ്. ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മെയിനായിട്ട് ഈ കമ്പോണൻസ് എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം. ടർബൈന്, ഓൾട്ടർനേറ്റർ, കണ്ടൻസർ, വാട്ടർ സ്റ്റോറേജ്, കൂളിംഗ് ടവർ, ഓക്കെ, ബോയിലർ, അത്രയും കാര്യങ്ങൾ, ചിമ്മിനി, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ എഴുതണം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ വർക്കിംഗ് എഴുതാൻ ഏറ്റവും ബെസ്റ്റ് വഴി, ഒരുപാട് കത്തിയടിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പോയിൻ്റ് ആയിട്ട് എഴുതുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി മാർക്ക് ഇട്ടാതാവും. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും? ഫ്യൂവൽ ഈസ് ബേൺഡ് ഇൻ ദ ബോയിലർ.
ഓക്കെ, അങ്ങനെ അതുവഴി എന്ത് ചെയ്യുന്നു, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത പോയിന്റ് എന്താണ്, ബോയിലറിൽ നിന്നുള്ള ഹീറ്റ് വെള്ളത്തിനെ ബോയിൽ ചെയ്യിക്കുന്നു. അങ്ങനെ വിച്ച് പ്രൊഡ്യൂസസ് സ്റ്റീമിനെ ഉണ്ടാക്കുന്നു. ആ സ്റ്റീം ഹീറ്റ് ചെയ്യുന്നു, എന്തുവഴി, സൂപ്പർ ഹീറ്റർ വഴി വീണ്ടും ഹീറ്റ് ചെയ്യുന്നു. അത് നിർബന്ധമല്ല കേട്ടോ, അത് ചില കേസുകളിൽ മാത്രമേ സൂപ്പർ ഹീറ്റർ ഉള്ളൂ, എല്ലാത്തിലും സൂപ്പർ ഹീറ്റർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കത് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതി വെക്കാൻ കുഴപ്പമില്ല. ഇനി ആ ഹോട്ട് സ്റ്റീം എവിടേക്കാണ് പോകുന്നത്, നേരെ ടർബൈനിലേക്ക് പോവാണ്. ടർബൈൻ എന്ത് ചെയ്യും, നേരെ ജനറേറ്ററിനെ കറക്കിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ടർബൈനിൽ ബാക്കിയുള്ള സ്റ്റീം എന്താ ചെയ്യുക, അവിടെ നിൽക്കുകയാണോ, കുടുങ്ങി കിടക്കാനോ, അല്ല, അത് തിരിച്ച് ബാക്ക് ചെയ്യുകയാണ്. എവിടേക്ക് വരുന്നുണ്ട്, നേരെ ബാക്ക് കണ്ടൻസറിലേക്ക് താഴെ എത്താണ്. കണ്ടൻസർ എന്ത് ചെയ്യും, അതിനെ വെള്ളമാക്കി മാറ്റിയിട്ട് വീണ്ടും ബോയിലറിലേക്ക് കൊടുക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മളെ ടർബൈനിൻ്റെ നേരെ അടുത്തുള്ള ജനറേറ്ററിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ സബ് സ്റ്റേഷനിലേക്കൊക്കെ കൊടുക്കുന്നു. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നമ്മൾ വീടുകളിലേക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇത്രയും എഴുതിയാൽ 7 മാർക്ക് നമുക്ക് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ബോംബ് കലോറിമീറ്റർ വിത്ത് ഫിഗർ. ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ കലോറിഫിക് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് കലോറിമീറ്റർ. ഓക്കെ, ബോംബ് കലോറിമീറ്റർ എന്ന് പറഞ്ഞാലോ നല്ല രസമുള്ള സംഭവമാണ്. ഇത് നമുക്ക് ഇതിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ബോംബോന്ന് കേൾക്കും. ഒന്നുമില്ല, സിമ്പിളാണ്, പറഞ്ഞു കേട്ടോ. ബോംബ് കലോറിമീറ്റർ ഈ ഫിഗറാണ്. ബോംബ് കലോറിമീറ്ററിന് എനിക്ക് എളുപ്പമെന്ന് തോന്നിയിട്ടുള്ള ഫിഗറാണിത്. പല പുസ്തകങ്ങളിൽ പല ഫിഗറായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഫിഗർ വരച്ചാലും നമുക്ക് 7 മാർക്ക് മുഴുവനായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് ഏറ്റവും ഉള്ളത് ഒരു കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, ഷീൽഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ കുറേ വെള്ളമുണ്ട്. ഓക്കെ, കുറേ വെള്ളമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ബോക്സിൽ എന്താണ് നമ്മളെ ബോംബ് വെച്ചിട്ടുണ്ട്. ചെറിയ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോംബ് പറഞ്ഞാൽ സ്റ്റീൽ ബോംബാട്ടോ. ഈ സ്റ്റീൽ ബോംബിൻ്റെ കൂടെ വേറെ 2 ആൾക്കാരുമുണ്ട്. കുറച്ച് ഓക്സിജൻ ഉണ്ട്, കാരണം ഇത് കത്തണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾക്ക് ഏതിൻ്റെ കലോറിഫിക് വാല്യൂ ആണോ അറിയേണ്ടത്, ഏതിൻ്റെ CV ആണോ അറിയേണ്ടത്, ആ മെറ്റീരിയലുണ്ട്. അതൊരു നിശ്ചിതമായിട്ടുള്ള മെറ്റീരിയൽ. ഇപ്പോൾ എനിക്ക് ഈ പെന്നിൻ്റെ കലോറിഫിക് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ സാമ്പിളാണ്, സാമ്പിൾ എന്ന് പറയും. ഈ സാമ്പിൾ ഞാൻ ബോംബിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ലിറ്റർ പെട്രോളാണ് എനിക്ക് വേണ്ടത്, അതിൻ്റെ കലോറിഫിക് വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. എന്ത് മെറ്റീരിയലാണോ നമുക്ക് അറിയേണ്ടത്, എന്തിൻ്റെയാണോ നമുക്ക് അളക്കേണ്ടത്, അത് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ 3 ആൾക്കാർ മാത്രമേ ഈ ഉള്ളിൽ കാണുന്ന ചെറിയ ബോക്സിൻ്റെ ഉള്ളിലുള്ളൂ. ഈ 3 ആൾക്കാർ മാത്രം. എന്തൊക്കെയാണ്, ഒന്ന് നമ്മുടെ സ്റ്റീൽ ബോംബുണ്ട്, പിന്നെ നമ്മുടെ സാമ്പിളുണ്ട്, പിന്നെന്തുണ്ട്, ഓക്സിജനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഇത് നടക്കുന്നത് അത് പറഞ്ഞുതരാം. ഇതിന് പുറത്തുനിന്നാണ് ഇതിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത്. പുറത്ത് കണ്ടോ ഒരു ഇഗ്നീഷൻ യൂണിറ്റ്. ഈ ഇഗ്നീഷൻ യൂണിറ്റ് ചെയ്യുന്നത് ഈ ഉള്ളിലുള്ള ബോക്സിനുള്ളിലുള്ള ബോംബിനെ പൊട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇഗ്നീഷൻ യൂണിറ്റ് നേരെ ബോംബിനെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ ഈ ബോംബ് പൊട്ടും. ബോംബ് പൊട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. ഓക്കെ, ഹീറ്റ് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ ഇതിന് ചുറ്റും ഈ ചൂട് മുഴുവൻ എവിടേക്ക് പോകും, ഈ പുറമേ ഉള്ള ഈ വെള്ളത്തിലേക്കാണ് ചൂട് മുഴുവൻ പോകുക. കണ്ടോ, ആ വെള്ളം എന്ത് ചെയ്തു, ചൂടായി അല്ലേ. വെള്ളം നേരത്തെ നോർമലായുള്ള വെള്ളം എന്ത് ചെയ്തു, ചൂടായി. അപ്പോൾ ഈ ചൂടായ വെള്ളം പെട്ടെന്ന് എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിറർ എന്ന് പറയുന്ന ആളെടുത്തുള്ളത്. സ്റ്റിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക ഇതുണ്ടല്ലോ, നമ്മുടെ ഈ എന്താ പറയുക പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ആക്കാൻ വേണ്ടി അതേപോലുള്ള ഒരു ഫാൻ പോലുള്ളൊരു സാധനമാണ് സ്റ്റിറർ എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റിറർ കറങ്ങുമ്പോൾ ഈ വെള്ളം മുഴുവൻ എന്ത് ചെയ്യും, കടന്ന് കറങ്ങും. അപ്പോൾ എല്ലായിടത്തും പെട്ടെന്ന് ടെമ്പറേച്ചർ എത്തും, ചൂടെത്തും. അപ്പോൾ ഈ ചൂട്, ഈ ഹീറ്റ് എനർജി നമുക്ക് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരാളുള്ളത്. അപ്പോൾ എത്രയാണ് ഈ സമയത്ത് ബോംബ് പൊട്ടിക്കഴിഞ്ഞിട്ടുള്ള ചൂട് എന്നുള്ളത് തെർമോമീറ്റർ അളക്കും. അപ്പോൾ ഈ മുമ്പ് ആദ്യം ഉണ്ടായിരുന്ന ചൂട് നമുക്ക് കിട്ടി, ഇത് കഴിഞ്ഞിട്ട് എത്രയാണ് ചൂട് അത് കിട്ടി. ഈ 2 ചൂടുകൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. മാസ് ഓഫ് ഈ ഹീറ്റ്, അതായത് കമ്പഷൻ മൂലം നമുക്കുണ്ടാകുന്ന ഹീറ്റ് നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് വാട്ടർ എത്രയാണ് അതിലുണ്ടായിരുന്ന വെള്ളം
അത് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. അത് പിന്നെ എല്ലാവർക്കതിനും തുല്യമാണ്. അത് നമ്മൾ കണക്കൂട്ടുക. പിന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അത് ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചറും രണ്ടാമത് ഉണ്ടായിരുന്ന ടെമ്പറേച്ചറും കണക്കൂട്ടിയിട്ട് ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഇത് മൂന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് ഹീറ്റ് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് കിട്ടും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം പോരാ. ഇതെന്ത് ചെയ്യണം, ഇത് പരീക്ഷാ പേപ്പറിലേക്ക് എത്തിക്കണം. 7 മാർക്ക് നമുക്ക് കിട്ടണം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എഴുതുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഈ ഫിഗർ നമ്മൾ വരയ്ക്കുന്നു. ഫിഗർ വരച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഈ ഫിഗർ വരയ്ക്കുന്നു, അതിൻ്റെ കമ്പോണൻസ് എഴുതുന്നു. ഈ പറഞ്ഞ പ്രവർത്തനം എന്താണെന്നുള്ളത് നമ്മൾ എഴുതുന്നു. അതിൻ്റെ പാർട്സുകൾ നമ്മൾ എഴുതുന്നു. ഓക്കെ, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് കമ്പോണൻസ് നമ്മൾ എഴുതുന്നു. പിന്നെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പോയിൻ്റ് ആക്കി എഴുതാം. ഇതാ ഇവിടെ ഉണ്ടോ വർക്കിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. ബോംബ്, നമുക്ക് വേണ്ട മെറ്റീരിയലിൻ്റെ കൂടെ ബോംബും ഓക്സിജനും അടക്കം ഫില്ല് ചെയ്തിട്ടുണ്ട്. ബോംബ് സീൽഡാണ്, അതൊരു ഇൻസുലേറ്റഡ് കണ്ടെയ്നറാണ്. അതിനുള്ളിൽ പുറത്തേക്ക് വേറെ എന്ത് ചെയ്യില്ല. ഈ കണ്ടെയ്നറിൻ്റെ ഏറ്റവും പുറത്തേക്ക് ഒരു ചൂടോ അല്ലെങ്കിൽ ഒരു സൗണ്ട് മാറലോ ഒന്നും എത്തില്ല. ഫുള്ള് ഇതിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുകയാണ്. അങ്ങനെ ബോംബ് ഇഗ്നൈറ്റ് ചെയ്യും. ബോംബ് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ കമ്പഷൻ ഉണ്ടാവും. കമ്പഷൻ ഉണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. ഈ ടെമ്പറേച്ചറും പഴയ ടെമ്പറേച്ചറും നമ്മൾ എന്ത് ചെയ്യും, അളക്കും. ഈ ഡിഫറൻസ് നമ്മൾ ആ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ എത്രയാണ് കമ്പഷൻ മൂലം ഉണ്ടായ ഹീറ്റ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. നമ്മുടെ അടുത്ത ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് വിത്ത് ജനറൽ ലേ ഔട്ട്. ഓക്കെ, നമ്മൾ 3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഒരു ചിത്രം വരച്ച് അതിൻ്റെ ഒരു ജനറൽ ലേ ഔട്ട് വരച്ചിട്ട് അതിൻ്റെ വർക്കിംഗ് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 7 മാർക്കിനെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം അതിൻ്റെ പിക്ചർ നമ്മൾ വരക്കും വിത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കമ്പോണൻസും എഴുതിക്കൊണ്ട്. ശേഷം അത് എന്താണെന്നുള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ചെയ്തും അതിൻ്റെ കമ്പോണൻസ് എന്താണെന്നുള്ള അതിൻ്റെ അടിയിൽ ചെയ്തും അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് അതിൻ്റെ അടിയിൽ ചെയ്തു. അപ്പോൾ ഹെഡിങ് കൊടുക്കുമ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ, പിന്നെ കമ്പോണൻസ്, പിന്നെ വർക്കിംഗ്. പിന്നെ നമുക്ക് സ്ഥലം ബാക്കിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു സംതൃപ്തി തോന്നിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ അപ്ലിക്കേഷനും മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സും കൂടി നമുക്കതിൽ ഉൾക്കൊള്ളിക്കാം. ഓക്കെ, ഇത്രയും എഴുതുമ്പോൾ നമുക്ക് 7 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പറഞ്ഞുതരാം. ഇതിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിസർവോയർ ഉണ്ടാവും. ഇടതുവശത്ത് നമ്മളിങ്ങനെ നോക്കുകയുണ്ടാവും. റിസർവോയർ ഉണ്ട്, പെൻ സ്റ്റോക്ക് ഉണ്ട്, ടർബൈൻ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, ട്രാൻസ്ഫോമർ ഉണ്ട്, ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം എന്താണ് റിസർവോയറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വാട്ടർ നേരെ പെൻ സ്റ്റോക്ക് വഴി, പെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആ പൈപ്പിന് പറയുന്ന പേരാണ് പെൻ സ്റ്റോക്ക് എന്നത്. പെൻ സ്റ്റോക്ക് വഴി വാൽവ് വഴി നേരെ ടർബൈനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ടർബൈൻ എന്ത് ചെയ്യും, കറങ്ങും. കാരണം അത്രയും ഒരു വാട്ടറിൻ്റെ ഫ്ലോ ആണ് വരുന്നത്. ഈ വാട്ടർ കറക്കി കഴിഞ്ഞാൽ പിന്നെ ആ വാട്ടർ നേരെ അടുത്തുള്ള റിവറിലേക്ക്, ഇത് റിവറിലേക്ക് ഡയറക്റ്റായിട്ട് പോകും. അപ്പോൾ ഈ റിവറിൽ നിന്ന് തിരിച്ച് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രാഫ്റ്റ് ട്യൂബൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ പരിപാടി വെച്ചാൽ വെള്ളം തിരിച്ച് കയറാതിരിക്കാനും അതേപോലെ ടർബൈൻ്റെ ഉള്ളിലുള്ള പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഡ്രാഫ്റ്റ് ട്യൂബ് ഉള്ളത്. അപ്പോൾ ഈ ടർബൈൻ കറങ്ങി കഴിഞ്ഞാൽ ടർബൈനിൻ്റെ നേരെ മുകളിൽ ആരുണ്ട്, ഒരു കപ്ലർ വെച്ചിട്ട് നമ്മളെ ഇലക്ട്രിക് ജനറേറ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ജനറേറ്ററിൻ്റെ ഉള്ളിൽ ഈ ഷാഫ്റ്റ് നേരെ കറങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് നേരെ ട്രാൻസ്ഫോമർ വഴി പുറത്തേക്ക് കറണ്ട് എത്തും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ വർക്കിംഗ് എന്നുള്ളത്. വെള്ളം പെൻ സ്റ്റോക്ക് വഴി ടർബൈനിൽ എത്തുന്നു, ടർബൈൻ കറങ്ങുമ്പോൾ ജനറേറ്റർ കറങ്ങും, ജനറേറ്ററിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി ട്രാൻസ്ഫോമർ വഴി പുറത്തേക്ക് പവർ ലൈൻസിലേക്ക് പുറത്തേക്ക് പോകും. ടർബൈൻ കറങ്ങിയ ബാക്കി വെള്ളം ഡ്രാഫ്റ്റ് ട്യൂബ് വഴി റിവറിലേക്ക് ഇറങ്ങും. പിന്നെ ഈ പെൻ സ്റ്റോക്കിൽ ഒരു സർജ് ടാങ്ക് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. നമ്മളതിൽ 3 മാർക്കിന് നേരത്തെ ചോദിച്ചിരുന്നു, 1 മാർക്കിന് നേരത്തെ ചോദിച്ചത് കണ്ടില്ലേ. സർജ് ടാങ്ക് എന്താണ് സർജ് ടാങ്ക്? ഈ കാണുന്ന പെൻ സ്റ്റോക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ, പ്രഷറിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൂടുതലൊക്കെ വരുമ്പോൾ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാണുന്ന സർജ് ടാങ്ക് വെച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 7 മാർക്കിന് ചോദിച്ചാൽ ഈ ഫിഗർ നമ്മൾ ആദ്യം വരച്ചിട്ട് അതിൻ്റെ കമ്പോണൻസ് ചെയ്താൽ വർക്കിംഗ് എഴുതാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്താണ് സാധനം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് ഏതൊക്കെയാണ് ജനറൽ ലേ ഔട്ടിൽ എന്തൊക്കെയാണ് ഇത് കിടക്കുന്നത് പാർട്സുകൾ? റിസർവോയർ ഉണ്ട്, പെൻ സ്റ്റോക്ക് ഉണ്ട്, ടർബൈൻ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, സ്വിച്ച് യാർഡ് ഉണ്ട്. റിസർവോയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാം, അതായത് വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സ്ഥലമാണ് റിസർവോയർ എന്നുള്ളത്. പെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ
വെള്ളത്തിനെ റിസർവോയറിൽ നിന്ന് ടർബൈനിലേക്ക് എത്തിക്കുന്ന പൈപ്പിനെയാണ് നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ടർബൈൻ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിൻ്റെ എനർജീനെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഈ ടർബൈൻ. നെക്സ്റ്റ് ജനറേറ്റർ എന്താണ്? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. സ്വിച്ച് യാർഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ ഗ്രിഡിലേക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തിനെ നമ്മൾ മൊത്തത്തിൽ സ്വിച്ച് യാർഡ് എന്ന് നമ്മൾ പറയും. വർക്കിംഗ് എന്താണ് നേരത്തെ പറഞ്ഞത്? വാട്ടർ എന്ത് ചെയ്യുന്നു? റിസർവോയറിൽ നിന്ന് പെൻസ്റ്റോക്ക് വഴി ടർബൈനിലേക്ക് എത്തുന്നു. ടർബൈൻ കറങ്ങുമ്പോൾ ജനറേറ്റർ കറങ്ങും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. എത്ര സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് നമ്മളിങ്ങനെ ഓരോ പോയിൻ്റായിട്ട് എഴുതിയാൽ മതി. ഈ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു? സ്വിച്ച് യാർഡിലേക്ക് നേരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് ഗ്രിഡ് വഴി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത്രയുള്ള സംഭവം. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്തു? അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് എഴുതി. ഇനി മുമ്പൊരു പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഈ 7 മാർക്കിന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് 3 ടൈപ്പാണ് മെയിനായിട്ട് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള പവർ പ്ലാന്റുകളാണല്ലോ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്? ഒന്ന് റൺ ഓഫ് റിവർ പ്ലാന്റ്, സ്റ്റോറേജ് പ്ലാന്റ്, പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ്. അതായത് റൺ ഓഫ് റിവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൺ ഓഫ് റിവർ പ്ലാന്റ് പറഞ്ഞാൽ നമ്മളിൽ റിസർവോയറോ അല്ലെങ്കിൽ ഡാമോ അങ്ങനെയുള്ള സജ്ജീകരണം ഒന്നും ഉണ്ടാവില്ല. ഈ പ്രത്യേക ടൈപ്പ് ടർബൈൻ നേരെ റിവറിൽ വെച്ചിട്ടാണ്, ഡയറക്റ്റ് റിവറിലാണ്. അപ്പോൾ റിവറിൽ ഒരു ഫ്ലോ ഉണ്ടാവുമല്ലോ, ഒരു സ്ട്രീം ഫ്ലോ. അത് റിവറിലുള്ള ഒഴുക്ക്, ആ ഒഴുക്കിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ടർബൈൻ കറങ്ങും, അവിടുന്ന് ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, ജനറേറ്റർ കറക്കിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് റൺ ഓഫ് റിവർ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ് ടൈപ്പ് പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഡാം പോലെ ഒരു സ്റ്റോറേജ് റിസർവോയർ നമ്മൾ അവിടെ ഉണ്ടാക്കും. അപ്പോൾ ആ റിസർവോയറിൽ നമ്മളിങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ മറ്റേ മുമ്പ് പറഞ്ഞ സാധനത്തിൽ റൺ ഓഫ് റിവറിൽ വെള്ളം ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ സ്റ്റോറേജ് പ്ലാന്റുകളാണെങ്കിലോ ഒഴുക്കില്ലെങ്കിൽ, ഒഴുക്ക് കുറഞ്ഞാലും നേരത്തെ സ്റ്റോർ ചെയ്ത വെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് പറയുമ്പോൾ റിവർ ഒരു ഭാഗത്തായിരിക്കും, ഇതിൻ്റെ റിസർവോയർ വേറൊരു ഭാഗത്തായിരിക്കും. അവിടെ നിന്ന് ചെറിയ 2-3 മോട്ടറുകൾ വെച്ചിട്ട് ഈ റിസർവോയറിലേക്ക് വെള്ളം എത്തിച്ച് അവിടെ നിന്ന് എന്ത് ചെയ്യും? നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിനുള്ള മെച്ചം വെച്ചാൽ നമുക്ക് ആ റിവറിനോട് നേരെ ചുറ്റിപ്പറ്റി തന്നെ നമുക്ക് ഈ പറയുന്ന ടർബൈനും മറ്റു കാര്യങ്ങളൊന്നും അവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് മാറ്റിയിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജുകൾ, ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സ്. അത് എടുത്തു വെച്ചിട്ട് തീർന്നു പോകില്ല. ഓക്കെ, ഇപ്പോൾ വെള്ളത്തിന് കുറച്ച് ക്ഷാമമുണ്ടെന്നുണ്ടെങ്കിലും നോർമലി ഇത് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയിലാണ് ഇത് പെടുന്നത്. പൊതുവേ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ലോ കോസ്റ്റ് ആണ്, റിലയബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാം. അതായത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പണി തരില്ല എന്നുള്ളത് വിശ്വസിക്കാം. ഓക്കെ, ഇത് തന്നെ നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാനും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഡീമെറിറ്റ്സ് എന്താണ്? ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ. ഇത് എൻവയോൺമെൻറ്റിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുത്തുക. കാരണം ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയുടെ ഒഴുക്കിൽ പെട്ടെന്ന് തടസ്സം വരുത്തുകയാണ്, നമ്മൾ ഡാം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു എൻവയോൺമെൻറ്റിന്, അന്തരീക്ഷത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ അത് കാരണം തന്നെ അതിൻ്റെ റിവറിൻ്റെ, നമ്മുടെ പുഴയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ അത് പ്രയാസപ്പെടുത്തും. പിന്നെ ഉണ്ടാക്കാൻ തുടക്കത്തിൽ നല്ല പൈസയാണ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇതിൽ ഒന്നുകിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് ടൈപ്പ് ഗ്യാസ് ടർബൈൻ എഴുതിയാലും നടക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ക്ലോസ്ഡ് ടൈപ്പ് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് വിത്ത് നീറ്റ് ഫിഗർ. ക്ലോസ്ഡ് ടൈപ്പ് ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്താണ്? ഒരു ഫിഗർ കൊടുക്കാൻ കൂടി. അപ്പോൾ ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പോലെയല്ല, ഇതിലൊരു 4 സൈക്കിളിലാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള സാധനം തന്നെയായിട്ടത്. ഈ പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനാണ്. ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് തന്നെയാണ്. ഒരു വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് നമ്മൾ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ കംപ്രസറാണ്. ഫസ്റ്റ് സ്റ്റേജ് കംപ്രസർ. മെയിനായിട്ടുള്ള ആളുകളുണ്ട്. കംപ്രസർ ഉണ്ട്, കമ്പഷൻ ചേമ്പർ ഉണ്ട്, ടർബൈൻ ഉണ്ട്, റെക്യുപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, റെക്യുപ്പറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചർ, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യാണ്?
ഇതാ ഇവിടെ കംപ്രസറിലേക്ക് എയറിനെ എത്തുകയാണ്. ഇവിടുന്ന് നേരെ എയർ എത്തുന്നു. ഈ എയർ നേരെ പോകുന്നത് കംപ്രഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്കാണ്. കംപ്രസ്ഡ് ആവുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അത് ഈ എയറിനെ ഫുള്ള് ഈ കംപ്രസർ എന്ത് ചെയ്യും, കംപ്രഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിനെ ഫുള്ള് സപ്ലൈ ചെയ്യും. ഇവിടേക്ക് നമ്മൾ ഫ്യൂവൽ കൊടുക്കുന്ന സമയത്ത്, അതായത് കത്താൻ വേണ്ടി ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടി ഫ്യൂവൽ കൊടുക്കുന്ന സമയത്ത് ഈ കംപ്രഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ ആ എയറും ഫ്യൂവൽ കൂടി മിക്സ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു, ഇഗ്നൈറ്റ് ആവുന്നു. അത് എക്സ്പാൻഡ് ആവുന്നത് നേരെ ടർബൈനിലേക്കാണ്. ടർബൈനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ബ്ലേഡുകളുണ്ട്. അപ്പോൾ ടർബൈൻ കറങ്ങും. ടർബൈൻ കറങ്ങിയാൽ നമ്മുടെ ജനറേറ്ററും കറങ്ങും. ഈ കാണുന്ന ജനറേറ്ററും എന്ത് ചെയ്യും, കറങ്ങും. ഓക്കെ, അപ്പോൾ ജനറേറ്റർ കറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ജനറേറ്റർ കറങ്ങുന്നത്, പിന്നെ ഈ ടർബൈനിൽ നിന്ന് ഈ പോകുന്ന കാര്യം എടുക്കാൻ പോകുന്നത് തിരിച്ച് വീണ്ടും റെക്യുപ്പറേറ്റർ വഴി കംപ്രസർക്ക് തന്നെ പോകുന്നത്. അത് അതിലുള്ള മറ്റ് ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഹീറ്റും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്താക്കി എന്ത് ചെയ്യുന്നു, സാധാ പോലെ വീണ്ടും കംപ്രസറിലേക്ക് തന്നെ കൊടുത്തേക്കാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എന്തുകൊണ്ടാണ് ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയാൻ കാരണം, ക്വസ്റ്റ്യൻ അല്ല, ക്ലോസ്ഡ് ടൈപ്പ്. ഇതിൽ ഈ വർക്കിംഗ് ഫ്ലൂയിഡോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ പുറത്തേക്ക് പോകുന്നില്ല. ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ കടന്നൊരു സൈക്കിളായിട്ട് ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ ക്ലോസ്ഡ് ടൈപ്പ് ഗ്യാസ് ടർബൈൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ TS ഡയഗ്രം നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്താണ് TS ഡയഗ്രം എന്ന് പറയുന്നത്? നമ്മുടെ ടെമ്പറേച്ചറും എൻട്രോപ്പിയുമായിട്ടുള്ള ഡയഗ്രമാണ് TS ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 4 സ്റ്റേജുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, 4 സൈക്കിളുകൾ, 3, 4, 1, 2, 3, 4. ഇവിടെ നിന്നാണ് നമ്മൾ ഹീറ്റ് 2, 3 വെച്ചിട്ടാണ് ഹീറ്റിന് ഇൻപുട്ട് വരുന്നത്. മറ്റേ ഹീറ്റിന് റിജക്റ്റ് ചെയ്യുന്നത് 4, 1 വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഫിഗർ നമ്മൾ വരയ്ക്കാം. ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല, 7 മാർക്കിനല്ലേ. ഓക്കെ, ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഞാൻ നേരത്തെ പറഞ്ഞു 4 സൈക്കിളാണുള്ളത്. കംപ്രഷൻ, ഹീറ്റിംഗ്, എക്സ്പാൻഷൻ, കൂളിംഗ്. ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷനാണ്. എയറിന് എന്ത് ചെയ്യുന്നു, എയറിനെ കംപ്രസ് ചെയ്ത് കംപ്രസർ വഴി കംപ്രസ് ചെയ്യുന്നു. ഇതുവഴി അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യാണ്, നേരെ പുറമേ, അതായത് നമ്മുടെ കംപ്രഷൻ ചേമ്പറിൽ വെച്ചിട്ട് ഒരു എക്സ്റ്റേണൽ ഹീറ്റ് സോഴ്സ് വഴി നമ്മൾ ചൂടാക്കുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്, ഇത് ഒന്നെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ സോളാർ കളക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽ, അല്ലെങ്കിൽ കംപ്രഷൻ, എന്ത് വെച്ചിട്ടാണെങ്കിലും ഏത് മെത്തേഡാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ചൂടാക്കുന്നു. അപ്പോൾ ആ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ നേരെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എവിടേക്ക്? ടർബൈനിലേക്ക്. അപ്പോൾ ഈ എക്സ്പാൻഷൻ ടർബൈനിൽ എന്ത് ചെയ്യുന്നു, ഒരു മെക്കാനിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു, ഈ പവർ നേരെ ജനറേറ്ററിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ടർബൈനിൽ നിന്ന് പോകുന്ന എക്സോസ്റ്റ് എയർ നേരെ എന്താണ്, ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി തണുപ്പിച്ച് നേരെ വീണ്ടും റീസർക്കുലേറ്റ് ചെയ്യാണ് കംപ്രസറിലേക്ക്. ഓക്കെ, റെക്യുപ്പറേറ്റർ എന്ന് പറയുന്നതിലൂടെ നേരെ തിരിച്ച് വീണ്ടും കംപ്രസറിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിന് എന്താണ് ഗുണങ്ങളുള്ളത്, എന്താണ് ഇതിൻ്റെ മെച്ചം? കുറേ മെച്ചങ്ങളുണ്ട്. ഒന്ന്, എഫിഷ്യൻസി വളരെ കൂടുതലാണ്. അതുപോലെ എമിഷൻ കുറവാണ്, കാരണം പുക പുറത്തേക്ക് പോകുന്നില്ല, എമിഷൻ കുറവാണ്. ഫ്ലെക്സിബിളാണ്, നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനും പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ ചെയ്യാനൊക്കെ നമുക്ക് ഇതിന് സാധിക്കും. ഡിസഡ്വാൻറ്റേജോ? കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് സിസ്റ്റമാണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻസ്? പവർ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. മറൈൻ പ്രൊപ്പൾഷൻ, അതായത് ഷിപ്പുകളും മറ്റുള്ള സബ് മറൈൻസൊക്കെ പ്രൊപ്പൾഷന് വേണ്ടിയിട്ട്, അതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. എയർക്രാഫ്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലോസ്ഡ് ടൈപ്പ് ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നതിൻ്റെ വർക്കിംഗ്. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 5ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഡീസൽ പവർ പ്ലാന്റ്. ചോദ്യം കാണുമ്പോൾ ഒറ്റയടിക്ക് ഡീസൽ പവർ പ്ലാന്റ് എന്താണെന്നുള്ളത് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. ഡിസ്ക്രൈബ് ദ അപ്ലിക്കേഷൻസ്. എവിടെയൊക്കെയാണ് ഈ കാണുന്ന ഡീസൽ പവർ പ്ലാന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിന്റുകൾ എഴുതി അതിനെക്കുറിച്ച് കുറച്ചൊരു പോയിന്റ് എഴുതണം. എന്താണ്? എമർജൻസി ബാക്കപ്പ് പവർ. നമ്മുടെ വീടുകളിലും കല്യാണ മണ്ഡപങ്ങളിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ബാക്കപ്പായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡീസൽ പവർ പ്ലാന്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ കിട്ടുന്ന ഇലക്ട്രിസിറ്റി റിലയബിൾ അല്ല. എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോകും. നല്ല ഇടി വെട്ടി കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ കറണ്ട് പോകും. ഓക്കെ, അപ്പോൾ
അതിന് വേണ്ടി ഒരു എമർജൻസി ബാക്കപ്പ് പവറായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ റിമോട്ട് ലൊക്കേഷനുകളിലൊക്കെ പവർ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡീസൽ പവർ പ്ലാന്റ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരുപാട് ദൂരങ്ങളിലുള്ള മൈനിങ്ങിൽ, അല്ലെങ്കിൽ അവിടെയുള്ള അഗ്രികൾച്ചറൽ സൈറ്റുകളിൽ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളിൽ ഇതെല്ലാം കണ്ടെത്തിക്കാൻ ഡീസൽ പവർ പ്ലാന്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ പീക്ക് ലോഡ് പവർ പ്ലാന്റ്സ്, അതായത് നമുക്ക് പെട്ടെന്ന് കറണ്ട് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ, ഡിമാൻഡ് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നമുക്ക് ഡീസൽ പവർ പ്ലാന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. പിന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രികളിൽ പല ഇൻഡസ്ട്രികളിലും പല എന്നല്ല, ഒട്ടുമിക്ക 99.9% ഇൻഡസ്ട്രിയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എക്യുപ്മെൻ്റാണ് ഡീസൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. കാരണം അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സാധനം മസ്റ്റായിട്ട് വേണ്ടിയാണ്. പിന്നെ മറൈൻ ആൻഡ് ഷിപ്പിംഗ്, മറൈൻ അതായത് നമ്മൾ ഷിപ്പുകളിൽ, അതേപോലെ ബോട്ടുകളിൽ, ഇവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞാൽ അവിടെയൊക്കെ കറണ്ട് നമുക്ക് ലൈൻ കമ്പി അങ്ങോട്ട് എത്തൂലല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെയൊക്കെ കറണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഡീസൽ ജനറേറ്ററുകളിൽ അല്ലെങ്കിൽ ഡീസൽ പവർ പ്ലാന്റുകളിൽ നമ്മൾ അവിടെ വെക്കുന്നുണ്ട്. ഈ ഡീസൽ പവർ പ്ലാന്റ് പറയുമ്പോൾ നമ്മൾ ഒരു വലിയ സെറ്റപ്പുകളിൽ കാണുന്നു വേണ്ട, നമ്മുടെ സാധാ വീടുകളിലും മണ്ഡപങ്ങളിലൊക്കെ, കല്യാണ മണ്ഡപത്തിലൊക്കെ കാണുന്ന ഓട്ടിയോടത്തിൽ കാണുന്ന ചെറിയൊരു ബോക്സ് കാണാമല്ലോ, കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ആ ഡീസൽ ജനറേറ്റർ തന്നെയാണ് ഈ ഡീസൽ പവർ പ്ലാന്റിൻ്റെ ഗണത്തിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്താലും മതി. പിന്നെ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, റെയിൽവേക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ പറയുന്ന ഡീസൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ കറണ്ടിൻ്റെ കണക്ഷനും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ. ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മിലിറ്ററി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡിസാസ്റ്റർ റിലീഫ് ആൻഡ് എമർജൻസി റെസ്പോൺസ്, അതായത് എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഭൂകമ്പം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ പവർ ലൈൻസ് എല്ലാം കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, കറണ്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പ വഴി ഡീസൽ ജനറേറ്റർ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഡീസൽ ജനറേറ്റർ ഒരു വണ്ടി പോകുന്ന ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതിലൂടെ ഡീസൽ ജനറേറ്ററും പോകാൻ സാധിക്കും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓർക്കോസ്റ്റിനും ഡീസൽ പവർ പ്ലാന്റിനാണ്. ഡീസൽ പവർ പ്ലാന്റ് വീട്ടിലിട്ട് കളിയില്ല. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയമാണ് ഡീസൽ പവർ പ്ലാന്റ് എന്നുള്ളത്. ഓക്കെ, ഇതിൽ ഡീസൽ പവർ പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് ചോദിച്ചിട്ടുള്ളത്. വർക്കിംഗ് അല്ല, നമ്മൾ 3 തവണ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡീസൽ പവർ പ്ലാന്റ്. എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? റിലയബിളാണ്. ഓക്കെ, റിലയബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കേടുവരില്ല, അല്ലെങ്കിൽ ഒരു ലോങ്ങർ ടൈമിലേക്ക് കേടുവരാതെ അത് വർക്ക് ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം എന്തുണ്ട്, നമുക്കുണ്ട്. പിന്നെ എഫിഷ്യൻസി കൂടുതലാണ്. ദെൻ സ്റ്റാർട്ട് ചെയ്യാനും അതിൻ്റെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്യൂവലിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് ഡീസൽ തന്നെ വേണം എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ബയോഡീസൽ ആയാലും അല്ലെങ്കിൽ സിന്തറ്റിക് ഫ്യൂവൽ ആയാലും സാധനം വർക്ക് ചെയ്യും. ഒറ്റ ഫ്യൂവൽ തന്നെ കിട്ടിയാലേ അത് വർക്ക് ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. പിന്നെ വളരെ കോമ്പാക്റ്റ് ആണ്. അതേപോലെ പോർട്ടബിലിറ്റി ഉണ്ട്. വളരെ കോമ്പാക്റ്റ് ഡിസൈനാണ്, ഒതുങ്ങി കൂടിയ ഡിസൈനാണ്. അതേപോലെ എന്ത് ചെയ്യണം, പോർട്ടബിലിറ്റി, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എമിഷൻസ്. ഓക്കെ, നൈട്രജൻ ഓക്സൈഡും സൾഫർ ഓക്സൈഡും ഒക്കെ തുടങ്ങിയിട്ടുള്ള വാതകങ്ങളെ പുറന്തള്ളുന്നുണ്ട്. നോയ്സ് പൊല്യൂഷൻ, ഓക്കെ, സൗണ്ടിൻ്റെ പൊല്യൂഷൻ ഉണ്ട്. ഫ്യൂവലിൻ്റെ കോസ്റ്റ്, ഡീസലിൻ്റെ കോസ്റ്റ് അറിയാം കൂടുതലാണ്. മെയിൻ്റനൻസ് കൂടുതലാണ്. ലൈഫ് സ്പാന് കൂടുതലാണ്. അതായത് ഡീസൽ വണ്ടികൾക്ക് പൊതുവെ ലൈഫ് കുറവാണെന്നുള്ള നമ്മൾ പറയല്ലേ, അതേപോലെ തന്നെ ലൈഫ് സ്പാന് കുറവാണ്. അപ്പോൾ ഇത്രയാണ് അതിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ മെയിൻ പാർട്സ് ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ വിത്ത് ഫിഗർ. ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ, ന്യൂക്ലിയർ റിയാക്ടർ വരച്ച് വിവിധ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഒരു സിമ്പിളായിട്ട് നമുക്ക് ഈ ഫിഗർ വരച്ചാൽ മതി. ഇതിലെന്തൊക്കെയുള്ളത്? കൺട്രോൾ റോഡുകളുണ്ട്, റിഫ്ലക്ടർ ഉണ്ട്, മോഡറേറ്റർ ഉണ്ട്, ന്യൂക്ലിയർ ഫ്യൂവൽ ഉണ്ട്, കൂളൻ്റ് അകത്തേക്ക് വരുന്നുണ്ട്, കൂളൻ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്, ബയോളജിക്കൽ ഷീൽഡുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, എന്തിനാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. അതിന് മുമ്പ് നമുക്കൊന്ന് ഇതിൻ്റെ എന്താണ്, എന്തൊക്കെയാണ്, എന്തിനാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ.
ആദ്യമായിട്ടുള്ളത് ഇതിൽ ബയോളജിക്കൽ ഷീൽഡ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഈ ന്യൂക്ലിയർ റിയാക്ടർ, അത് നമ്മൾ പറയാൻ പറ്റുമല്ലോ. എന്താ ന്യൂക്ലിയർ റിയാക്ടർ? ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള അല്ലെങ്കിൽ ഹാർട്ട് എന്നൊക്കെ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടറാണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്നുണ്ടല്ലോ, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ. ഇത് നടക്കുന്നത് ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഉള്ളിലാണ്. ഇതിനുള്ളിലുള്ള ആൾക്കാർ എന്നാൽ ഒന്ന് ന്യൂക്ലിയർ ഫ്യൂൽ ഉണ്ടാവും, മോഡറേറ്റർ ഉണ്ടാവും, കൂളൻ്റ് വരാനും പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, റിഫ്ലക്ടറുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തുണ്ടാവും ഇതിനുള്ളിലുണ്ടാവും. ഇതെല്ലാം കൂടി ഒരു ഷീൽഡിങ് ആയിട്ട്, ഒരു ബയോളജിക്കൽ ഷീൽഡായിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനുള്ളിൽ ഈ കൺട്രോൾ റോഡ് എന്ന് പറയുന്ന കൺട്രോൾ റോഡ് ഇതിനുള്ളിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ്. അപ്പോൾ ഈ കൺട്രോൾ റോഡ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്കറിയാം എങ്ങനെയാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ന്യൂട്രോണിനെ കൊണ്ട് ഒരു ന്യൂക്ലിയസിനെ ബോംബാർഡ് ചെയ്യുമ്പോൾ ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് ആ ന്യൂക്ലിയസ് 2 കഷ്ണമായിട്ട് സ്പ്ലിറ്റ് ആവും. ആ സ്പ്ലിറ്റ് ആവുന്ന ന്യൂക്ലിയസിൻ്റെ ആ സമയത്ത് ഒരുപാട് എനർജി റിലീസ് ചെയ്യും. ആ എനർജിയും അപ്പോൾ ഹീറ്റ് എനർജിയും അതിൻ്റെ കൂടെ ഉണ്ടാവും. അതെന്ത് ചെയ്യുന്നു, നമ്മൾ ഉപയോഗപ്പെടുത്താൻ ചെയ്യുന്നത്. അപ്പോൾ കൺട്രോളോട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കില്ല. കൺട്രോളോട് പൊക്കി വെച്ച് കഴിഞ്ഞാലാണ് ന്യൂക്ലിയർ റിയാക്ഷൻ അതിനുള്ളിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂൽ ഉണ്ടാവും ഇതിനുള്ളിൽ, ന്യൂക്ലിയർ ഫ്യൂൽ ഉണ്ടാവും. പിന്നെ അതിൽ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കാനുള്ള സജ്ജീകരണങ്ങളും അതിലുണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ പാർട്സുകൾ നമുക്ക് ഇത് എഴുതാം. ഒന്ന് ആക്റ്റീവ് കോർ എന്ന് പറയുന്നത്. ആക്റ്റീവ് കോർ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഉള്ളിലുള്ള അതായത് അതിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന ഫ്യൂവലും മോഡറേറ്ററും കാര്യങ്ങളും കൺട്രോളോടൊക്കെ വെച്ചിട്ടുള്ളത്. ആക്റ്റീവ് കോർ എന്ന് പറയുന്നത്. മോഡറേറ്റർ അതായത് നമ്മൾ ഈ ന്യൂട്രോൺസിൻ്റെ സ്പീഡിനെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് മോഡറേറ്റർ. അതേപോലെ ന്യൂട്രോൺസ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളും മോഡറേറ്ററാണ്. കൺട്രോൾ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻ്റാണ് കൺട്രോൾ റോഡ്. തെർമൽ ഷീൽഡ്, ബയോളജിക്കൽ ഷീൽഡ്. തെർമൽ ഷീൽഡ് പറഞ്ഞാൽ ഈ ഉള്ളിലുള്ള ചൂടിനെ പുറത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷീൽഡിംഗ് ആണ് തെർമൽ ഷീൽഡ്. ബയോളജിക്കൽ ഷീൽഡ് വരുമ്പോൾ റേഡിയേഷനും കാര്യങ്ങളൊന്നും പുറത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ആക്റ്റീവ് കോർ എന്താണ്, മോഡറേറ്റർ എന്താണ്, കൺട്രോൾ റോഡ് എന്താണ്, തെർമൽ ഷീൽഡിങ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ആക്റ്റീവ് കോർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂവൽ, അതേപോലെ തന്നെ കൺട്രോൾ റോഡ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഉള്ളിലുള്ള ഹാർട്ടിനാണ്, ആ ഒരു ഭാഗത്തിന് നമ്മൾ ആക്റ്റീവ് കോർ എന്ന് നമ്മൾ പറയുന്നത്. മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രോൺസിൻ്റെ സ്പീഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനാണ്. കാരണം ന്യൂട്രോൺസിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4200 km/s. ഒരു സെക്കൻഡിൽ 4200 km. അതിന് എന്ത് ചെയ്യുന്നു, ഒരു 1.5 km/s എന്ന രീതിയിലേക്ക് സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട്. സ്പീഡ് കുറക്കണതിനാണ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് അൺകൺട്രോളബിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങളോ കാര്യങ്ങളും ഭാവിയിൽ വരുന്നു. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെവി വാട്ടറാണ്. ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ H2Oക്ക് പകരം D2O, ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പോണൻ്റാണ് ഈ ഹെവി വാട്ടർ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ കൺട്രോൾ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ടറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ റോഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കാഡ്മിയം റോഡ് അല്ലെങ്കിൽ സ്റ്റീൽ, അലുമിനിയം പ്ലേറ്റ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പിന്നെ തെർമൽ ഷീൽഡിങ്, ടെമ്പറേച്ചർ പുറത്തേക്ക് എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഷീൽഡിങ്ങാണ് തെർമൽ ഷീൽഡിങ് എന്ന് പറയുന്നത്. കൂളൻ്റാണ് നമ്മൾ റിയാക്ടറിൻ്റെ ഉള്ളിലുള്ള ചൂടിനെ പുറത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്റ്റീം ജനറേറ്ററിൻ്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് എത്തിക്കുന്നത് കൂളൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 7 മാർക്ക് നമുക്ക് കിട്ടും. ന്യൂക്ലിയർ റിയാക്ടർ വരച്ചിട്ട് അതിൻ്റെ കമ്പോണൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 7ാമത്തെ ചോദ്യമാണ്, ലിസ്റ്റ് വേരിയസ് കൂളൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഫോർ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൂളൻറ്റുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ ക്വാളിറ്റീസ് എന്തെല്ലാം വേണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. 7 മാർക്കിൻ്റെ ചോദ്യം. ക്ലിയർ ആണല്ലോ. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നമുക്കറിയാം കൂളൻ്റ് വളരെ അത്യാവശ്യ സാധനമാണ്. അതിന് എന്ത് ചെയ്യുന്നത്, അതിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ എന്തൊക്കെയാണ് കൂളൻസ്, അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കൂളൻ്റ് എന്തിനാണ് പറഞ്ഞത്, ന്യൂക്ലിയർ റിയാക്ടർ കോറിലുള്ള ചൂട് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറിലുള്ള ചൂടിനെ
പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ഉപയോഗിക്കുന്ന കൂളൻ്റാണ് വാട്ടർ. അപ്പോൾ വാട്ടർ എന്ന് വെറുതെ ചെയ്തിരിക്കാറില്ല, വാട്ടറിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നുള്ളതാണ്. വാട്ടറിൻ്റെ അവൈലബിലിറ്റി കൂടുതലാണ്, നമുക്ക് അബഡൻ്റായിട്ട് കൂടുതലായിട്ട് സാധനം കിട്ടും. പിന്നെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്, ഹീറ്റ് ട്രാൻസ്ഫർ എഫക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ മീഡിയ ആണ്. അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ നമ്മൾ വെള്ളത്തിനുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഗുണങ്ങൾ എന്ത് ചെയ്യാം, ഇതിലെല്ലാം ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്താണ് ലിഥിയം സോഡിയം ലിക്വിഡ് സോഡിയം അല്ല ലിക്വിഡ് സോഡിയം അറിയപ്പെടുന്നതാണ്. അപ്പോൾ ലിക്വിഡ് സോഡിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോപ്പർട്ടീസും നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂളൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്താണ് പ്രഷറൈസ്ഡ് വാട്ടർ. പ്രഷറൈസ്ഡ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ വാട്ടർ തന്നെ, പക്ഷേ വേറെ പ്രഷറൈസർ നമ്മൾ വേറെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 150-200 അറ്റ്മോസ്ഫിയർ പ്രഷറിലേക്ക് ഇത് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ എത്തിക്കുന്നതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ ഇതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കൂടും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ 100 ഡിഗ്രിയിൽ വെള്ളം തിളക്കും. അറിയാലോ, നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 100 ഡിഗ്രിയിൽ വെള്ളം തിളക്കുന്നതിന് പകരം അതിനെ ഒരു 200, 300, 350 ഡിഗ്രിയിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രഷറൈസ്ഡ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഹെവി വാട്ടർ എന്നുള്ള ആ പേരിൽ മാത്രമേ വാട്ടർ ഉള്ളൂ. ആക്ച്വലി H2O ഉള്ളത്, അതിൽ ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയമാണുള്ളത്. അപ്പോൾ ഡ്യൂട്ടീരിയം D2O എന്ന് പറയും. അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്തായിട്ട്, കൂളൻ്റായിട്ട്. അപ്പോൾ ഇതിന് കൂളൻ്റുകൾക്ക് വേണ്ട മെയിൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നല്ല ഹീറ്റ് കപ്പാസിറ്റി വേണം, ഹീറ്റിനെ എടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി കൂടി വേണം. ഹീറ്റ് ട്രാൻസ്ഫർ പ്രോപ്പർട്ടീസ് വേണം, അതിന് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. ചൂടായെന്ന് വിചാരിച്ചാൽ അതിന് കെമിക്കൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. വേപ്പർ പ്രഷർ കുറവായിരിക്കണം. അതേപോലെ ന്യൂട്രോൺ മോഡറേറ്റിംഗ് പ്രോപ്പർട്ടീസ് കൂടുതലായിരിക്കണം. അത് നമ്മുടെ ഫിഷൻ അതായത് ചെയിൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഫിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ്. അതേപോലെ സേഫ് ആയിരിക്കണം, ഹാൻഡിൽ ചെയ്യാൻ സേഫ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അടുത്ത ചോദ്യമാണ് PWR. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ PWR. ഓക്കെ, PWR എന്ന് പറയുമ്പോൾ നമ്മളിൽ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ എന്നാണ്. ഇതൊരു ന്യൂക്ലിയർ റിയാക്ടറാണ്, പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. 7 മാർക്കും ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫിഗർ നമ്മൾ വരക്കും. ഫിഗർ വരച്ചിട്ട് അതിൻ്റെ കമ്പോണൻസ് നമ്മൾ എഴുതും. അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതും, കമ്പോണൻസ് എഴുതും, അതിൻ്റെ വർക്കിംഗ് എഴുതും, അപ്ലിക്കേഷൻ എഴുതും, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എഴുതും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്തൊക്കെയുള്ളത്? മെയിൻ റിയാക്ടർ കോറുണ്ട്, കൺട്രോൾ റോഡുണ്ട്, സ്റ്റീം ടർബൈൻ ഉണ്ട്, പിന്നെ ഇയാളാണ് സ്റ്റീം ജനറേറ്റർ. അതാണ് ഇയാൾ. സ്റ്റീം ജനറേറ്റർ ഉണ്ട്, പിന്നെ സാധാ ജനറേറ്റർ ഉണ്ട്, ഇലക്ട്രിസിറ്റി ജനറേറ്റർ ഉണ്ട്, ഫീഡ് വാട്ടർ പമ്പ് ഉണ്ട്, പിന്നെന്താണ്, കണ്ടൻസർ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഈ കാണുന്ന റിയാക്ടർ കോറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിക്കും. ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിച്ചിട്ട് ആ ചൂടായിട്ടുള്ള കൂളൻ്റ് നേരെ എന്ത് ചെയ്യും, ഈ സ്റ്റീം ജനറേറ്ററിലേക്ക് വരും. സ്റ്റീം ജനറേറ്ററിൽ ഓൾറെഡി നമ്മൾ കണ്ടൻസറിൽ നിന്ന് വരുന്ന വാട്ടർ ഈ സ്റ്റീം ജനറേറ്ററിൻ്റെ ഉള്ളിലുണ്ടാവും. ഈ വെള്ളം എന്ത് ചെയ്യും, ആവിയായിട്ട് നേരെ എന്ത് ചെയ്യും, ടർബൈനിലേക്ക് വരും. ടർബൈനിലേക്ക് വരുമ്പോൾ ഈ ടർബൈനെ അവിടെ കിടന്ന് കറങ്ങും. കാരണം അവിടേക്ക് നല്ല ഹൈ പ്രഷറിലുള്ള സ്റ്റീം അവിടേക്ക് വരുന്നത്. അപ്പോൾ അതിലുള്ള ബ്ലേഡുകൾ എന്ത് ചെയ്യും, ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ജനറേറ്റർ കറങ്ങും. ജനറേറ്റർ കറങ്ങിയിട്ട് ഇലക്ട്രിസിറ്റി പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടർബൈനിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള സ്റ്റീം എന്ത് ചെയ്യുന്നത്, നേരെ കണ്ടൻസറിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ അത് വാട്ടറായിട്ട് മാറിയിട്ട് ഈ പമ്പ് വഴി വീണ്ടും തിരിച്ച് സ്റ്റീം ജനറേറ്ററിലേക്ക് തന്നെ തിരിച്ചെത്തും. അവിടുന്ന് വീണ്ടും ആവിയാവും, വീണ്ടും അത് ടർബൈനിലേക്ക് വരും, തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീം ജനറേറ്ററിനെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, നമ്മൾ റിയാക്ടർ കോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ടർ കോറിൻ്റെ ഉള്ളിൽ നിന്ന് കൂളൻ്റുകൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്ന് താഴേക്ക് വരും. അപ്പോൾ പ്രൈമറി ലൂപ്പ്, സെക്കൻഡറി ലൂപ്പ്, 2 ലൂപ്പുണ്ട്. ഒന്ന് ഇവിടെ കടന്നിങ്ങനെ കറങ്ങി കളിക്കുന്ന ലൂപ്പ്, രണ്ടാമത്തത് ഈ ഭാഗത്ത് സ്റ്റീം ജനറേറ്ററും ടർബൈനും കണ്ടൻസറും ഫീഡ് വാട്ടർ പമ്പുമായിട്ട് ഒരു വാട്ടർ അവിടെയും കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൽ എഴുതുന്നു. അതിൻ്റെ കമ്പോണൻസ് എന്താണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുന്നു. ഓരോ കമ്പോണൻസ് ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ സെയിം സാധനങ്ങൾ തന്നെ, കണ്ടൻസർ, ടർബൈന് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ എഴുതുന്നു. അതിൻ്റെ വർക്കിംഗ് എന്തായിരുന്നു, പിന്നെ അതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് എഴുതുന്നു. ദെൻ വർക്കിംഗ് കണ്ട് ഈ ടോട്ടൽ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതും നമ്മൾ എഴുതുന്നുണ്ട്. എന്താണ് ഈ ചൂടിനെ സ്റ്റീം ജനറേറ്ററിലേക്ക് എത്തിക്കുന്നു, അവിടെ നിന്ന് സ്റ്റീം ആവുന്നത് സ്റ്റീം ടർബൈൻ വഴി, കണ്ടൻസർ വഴി, ഫീഡ് വാട്ടർ പമ്പ് വഴി തിരിച്ചെത്തുന്നു. ഓക്കെ ആണോ? അത് ഡീറ്റെയിലായിട്ട് ഞാൻ ഈ PDF കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 10ാമത്തെ ചോദ്യം എന്താണ്? എക്സ്പ്ലെയിൻ FBR വിത്ത് നീറ്റ് ഫിഗർ. എക്സ്പ്ലെയിൻ FBR വിത്ത് നീറ്റ് ഫിഗർ. FBR എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നാണ് FBRന് ഫുൾ ഫോം. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഓക്കെ, അപ്പോൾ അതിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ ഫിഗർ ഓക്കെ. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടറാണ്. അതിൽ മോഡറേറ്റർ ഉണ്ടാവില്ല കേട്ടോ, മോഡറേറ്റർ ഉണ്ടാവില്ല. പക്ഷേ അതിലെവിടെ ഡിഫറൻസ് എന്ന് സംഭവിക്കുന്നത്, ഇതിൽ നമുക്ക് ഈ യുറേനിയം എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ കൂടെ നമുക്ക് മാൻമെയ്ഡ് ആയിട്ടുള്ള മറ്റ് ഫ്യൂവലുകളും നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് 2 ടൈപ്പ് മെറ്റീരിയലും മെയിനായിട്ട് വരുന്നുണ്ട്. ഫെർട്ടൈൽ മെറ്റീരിയലും ഫിസൈൽ മെറ്റീരിയലും. ഫിസൈൽ FISSILE ഫിസൈൽ മെറ്റീരിയൽ കാണിച്ചു തരാം. ഫിസൈൽ മെറ്റീരിയൽ, ഫിസൈൽ മെറ്റീരിയലുണ്ട്, ഫെർട്ടൈൽ മെറ്റീരിയലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്കിതിൽ ഫെർട്ടൈൽ മെറ്റീരിയൽ സ്വയം അതിന് ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിക്കില്ല. പക്ഷെ ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത എങ്ങനെയാണ് ഇതിലുള്ളത്? അത് ഫിസൈൽ മെറ്റീരിയലാണ്. അപ്പോൾ ഈ FBR എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് FBR എന്ന് പറയുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ഫെർട്ടൈൽ മെറ്റീരിയൽ, അതായത് ന്യൂട്രോൺസ് പോയിട്ട് ഫെർട്ടൈൽ മെറ്റീരിയലിൽ ബോംബാർഡ് ചെയ്ത സമയത്ത് അതെന്ത് ചെയ്യുന്നു, ഫിസൈൽ മെറ്റീരിയലായിട്ട് മാറുന്നു. ആ ഫിസൈൽ മെറ്റീരിയലിൽ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ത് ചെയ്യും, സുഖമായിട്ട് അവിടെ ഹാപ്പൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എന്തൊക്കെയാണ്? ഫിഷൻ നടക്കുന്നുണ്ട്, ബ്രീഡിങ് നടക്കുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ദെൻ സ്റ്റീം ടർബൈനിലേക്ക്. അതായത് ഫിഷൻ നടക്കുന്നത്, ഫാസ്റ്റ് ന്യൂട്രോൺസ് ആണ് ഈ ഫിഷൻ ഫ്യൂലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഹീറ്റും അതേപോലെ തന്നെ ന്യൂട്രോൺസിനെയും ഇത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫിഷൻ, ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ഈ അധികമായിട്ട് വരുന്ന ന്യൂട്രോൺസ് ഉണ്ടല്ലോ, ഇത് പുതിയ ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടാക്കും. ഏതിന്ന്? ഫെർട്ടൈൽ മെറ്റീരിയലിൽ നിന്ന്. ഫെർട്ടൈൽ മെറ്റീരിയലിൽ നിന്ന് ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് ബ്രീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ FBR എന്ന് പറയുന്നതിൽ ആദ്യം ന്യൂക്ലിയർ ഫിഷൻ നടക്കും. ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ആ ന്യൂട്രോൺസ് നിന്ന് ഫെർട്ടൈൽ മെറ്റീരിയലിനെ അതിൽ ബോംബാർഡ് ചെയ്ത് അതെന്ത് ചെയ്യും, ഫിസൈൽ മെറ്റീരിയലും. ഈ ഫിസൈൽ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, ഈ ഫിസൈൽ മെറ്റീരിയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത് ഫിസൈൽ മെറ്റീരിയലാണ്. ഈ നടക്കുന്ന ഹീറ്റ് എനർജി എവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ ഫിഷൻ റിയാക്ട് നടക്കുന്ന ഹീറ്റ് എനർജി കൂളൻ്റ് വഴി നേരെ സ്റ്റീം ജനറേറ്ററിലേക്ക് പോകും. സ്റ്റീം ജനറേറ്റർ സോഡിയം വെച്ചിട്ടാണ് അത് പോകുന്നത്. അതിൻ്റെ ഫിഗർ ഞാൻ വേറെ തന്നെ കാണിക്കാം. ആ സ്റ്റീം ജനറേറ്ററിലേക്ക് നിന്ന് എന്ത് ചെയ്യും, സ്റ്റീം എടുത്തിട്ട് സ്റ്റീം ആകുമ്പോൾ അത് നേരെ ടർബൈനിലേക്ക് പോകും. സ്റ്റീം ടർബൈനിലേക്ക് പോകും. സ്റ്റീം ടർബൈനിൽ നിന്ന് നേരെ വീണ്ടും തിരിച്ച് നമ്മളെ സ്റ്റീം ടർബൈനിൽ നിന്ന് നേരെ പോയിട്ട് നേരെ തിരിച്ച് വീണ്ടും സ്റ്റീം ജനറേറ്ററിലേക്ക് തിരിച്ച് വീണ്ടും എത്തും. അവിടുന്ന് വീണ്ടും സ്റ്റീം ആവും, തിരിച്ച് ടർബൈനിലേക്ക് പോകും, തിരിച്ച് വരും. അപ്പോൾ ടർബൈൻ്റെ അടുത്ത് നമ്മൾ ജനറേറ്റർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ജനറേറ്ററിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അത് ആ വഴിക്കാണ് പോകും. അപ്പോൾ ഇതിലുണ്ട് സ്റ്റീം ടർബൈൻ. ഇത് 4ാമത്തെ സ്റ്റീം ടർബൈൻ കറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജനറേറ്റർ കറങ്ങുന്നത്. ജനറേറ്റർ കറങ്ങുന്നത് വഴി നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പവർ പ്ലാന്റിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. ഞാനത് വേറെ കാണിക്കാം. ഞാൻ ഈ PDF അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്ത് ചെയ്യാം, അത് വിട്ടുപോയതാണ്. അത് ഞാൻ ഇതിൽ ഇമേജിൽ വേറെ കാണിക്കാം. വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്.
അതേപോലെ ലോങ് ടേമിൽ സസ്റ്റൈനബിലിറ്റി ഇതിനുണ്ട്. കുറച്ച് എന്താ പറയുക, കൂടുതൽ കാലം എന്ത് ചെയ്യും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ മിനിമം വേസ്റ്റാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇതിൽ ഡിസഡ്വാൻറ്റേജും ഈ സിസ്റ്റം ഭയങ്കര കോംപ്ലക്സ് ആണ്, ഇനീഷ്യൽ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്, അതേപോലെ തന്നെ സേഫ്റ്റി കൺസേൺസും ഇതിനുണ്ട്. ഓക്കെ, ഇത് പരിപൂർണമായിട്ടും ഉപയോഗത്തിലുള്ള ഒരു മെത്തേഡല്ല ഈ പറയുന്ന FBR എന്ന് പറയുന്നത്. ഇപ്പോഴും ഇനീഷ്യൽ സ്റ്റേജിലാണ്, അതിൻ്റെ എന്താ പറയുക പഠനവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ശരി, അടുത്ത നമ്മുടെ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എക്സ്പ്ലെയിൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ചിലപ്പോൾ ചോദ്യം മാറ്റി പറയാം, റൈറ്റ് എ നോട്ട് ഓൺ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് ചോദിക്കാം. അങ്ങനെ എന്തും നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങൾ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണം. 7 മാർക്കിന് ചോദിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ എഴുതാം, എന്താണ് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ളത്, എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് കാരണമാവുന്നത്, ഇത് എങ്ങനെ കുറക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ PDF ഞാൻ ഇതേപോലെ ഞാൻ വായിക്കുന്നില്ല കേട്ടോ, അത് ഞാൻ വീണ്ടും പറയാണ്. PDF നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഞാനിത് PDF ഇതേപോലെ വായിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് തരുന്നത്. ബാക്കി ആ ഔട്ട്ലൈൻ വെച്ചിട്ട് നിങ്ങൾ ഈ PDF വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു 100% ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഭൂമിക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഭൂമിയുടെ ചൂടുകൾ, ഭൂമിയിലേക്ക് വരുന്ന ചൂട് പുറത്തേക്ക് പോകാതെ ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിൽക്കുന്നതിനെയാണ് നമ്മൾ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടും. അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുമ്പോൾ നമുക്കറിയാം മഞ്ഞുകൾ എന്താ പറയുക ഒഴുകി തുടങ്ങും. അത് നമ്മുടെ ജീവജാലങ്ങൾക്കും മറ്റുള്ളതൊക്കെ അന്തരീക്ഷത്തിൻ്റെ ചൂട് ഇങ്ങനെ കൂടുന്നത് അതൊരു പ്രശ്നമാണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുത്തും. അപ്പോൾ ഈ അന്തരീക്ഷത്തിൻ്റെ ചൂട് പുറത്തേക്ക് പോകാതെ ഒരു ബ്ലാങ്കറ്റ് പോലെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ തന്നെ, അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്ന ഗ്യാസുകൾ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കാറുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ പെടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, അതേപോലെ വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ്, പിന്നെ ഓസോൺ. ഓക്കെ, ഇതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, ഗ്രീൻ ഹൗസിന് കാരണമാകുന്ന ഗ്യാസസ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഫസ്റ്റ് സോളാർ റേഡിയേഷൻ, നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലേക്ക് എത്തുകയാണ്, ഭൂമിയുടെ സർഫസ് ചൂടാവുകയാണ്. അപ്പോൾ ഭൂമി എന്ത് ചെയ്യും, ഭൂമിയുടെ സർഫസ് ചൂടാവും, ഭൂമിയുടെ സർഫസ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ആ ചൂടിനെ ആഗിരണം ചെയ്യും. എന്നിട്ട് ഭൂമിയുടെ സർഫസ് ആ ചൂടിനെ റിട്ടേൺ ഇൻഫ്രാറെഡ് റേഡിയേഷൻ രീതിയിൽ പുറത്തേക്ക് വരും. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന ചൂടിനെ ശരിക്കും പറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം, പക്ഷേ അതിനെ അവിടെ ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ ട്രാപ്പ് ചെയ്ത് നിർത്തുന്ന ആര്, ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എർത്തിൻ്റെ മൊത്തം ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളിനെയൊക്കെ എന്ത് ചെയ്യും, അതിനെ ദോഷകരമായിട്ട് ബാധിക്കും. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഈ എന്താ പറയുക പുറന്തള്ളുന്ന ഈ എയറിൻ്റെ അവർ മാത്രമല്ല ഇതിന് കാരണമാകുന്നത്. നമ്മൾ ഈ ഫോസിൽ ഫ്യൂവൽ കത്തിക്കുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തായുണ്ട്, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാരണമാണ് നമ്മൾ ഈ സീ ലെവലിൽ വെള്ളം എന്താ പറയുക, നമ്മുടെ എന്താ പറയുക കടലിലെ വെള്ളത്തിൻ്റെ ലെവലുകളിൽ മാറ്റം വരുന്നത്, ഇക്കോ സിസ്റ്റംസിൽ എന്താ പറയുക മാറ്റങ്ങൾ, പ്രശ്നങ്ങൾ വരുന്നത്, ഇതെല്ലാം എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത്, ഇതെല്ലാം ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ കാരണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്, ഡിസ്ക്രൈബ് ദ സേഫ്റ്റി പോളിസീസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ പവർ പ്ലാന്റ്സ്. പവർ പ്ലാന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി പോളിസീസ് എന്തൊക്കെയാണ്, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പോളിസീസ് എന്തൊക്കെയാണ്. അപ്പോൾ 7 മാർക്കിന് ചോദിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊരു പോയിന്റ്സ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്താം. കാരണം പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ ടൈപ്പ് ഉണ്ടാവും, കോൾ ഫയർഡ് ഉണ്ടാവും, അതേപോലെ ന്യൂക്ലിയർ ഉണ്ടാവും, നാച്ചുറൽ ഗ്യാസ് ഉണ്ടാവും. ഇതെല്ലാം ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഫെസിലിറ്റീസാണ്. അപ്പോൾ ഇവിടെയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡത്തിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതിലെ ഓരോ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. കാരണം ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, അതിൻ്റെ ദൂഷ്യഫലങ്ങളും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്തിരിക്കണം. പിന്നെ വർക്കേഴ്സും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ PPE കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കുക, കൃത്യമായിട്ട് ഗ്ലൗസ് അല്ലെങ്കിൽ കണ്ണടകൾ അല്ലെങ്കിൽ ക്ലോത്ത്. അപ്പോൾ ഏത് ടൈപ്പ് വർക്കാണ് അവർ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് അവർ ധരിച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം അത് റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക. കൺട്രോൾസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലേ, അതെല്ലാം ക്ലിയർ അല്ലേ എന്നുള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ,
പിന്നെ അതേപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് നമുക്ക് വൃത്തിയായിട്ട് അടിച്ചുവാരലും കാര്യങ്ങൾ നടക്കണം. സ്പിൽ പ്രിവെൻഷൻ, എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയുക വെള്ളം നിലത്ത് വീഴുന്നോ അല്ലെങ്കിൽ കെമിക്കൽ വെള്ളം നിലത്ത് വീഴുന്നോ ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ ക്ലീൻ ചെയ്യുകയും വേണം. പിന്നെ ട്രെയിനിങ് ആൻഡ് എമർജൻസി പ്രൊസീജിയർ, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് അവിടുത്തെ സ്റ്റാഫിനും മറ്റു ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. പിന്നെ എക്സ്പോഷർ കൺട്രോൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അവിടുത്തെ വർക്ക് സ്പേസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. പിന്നെ കൃത്യമായിട്ടുള്ള ഈ എന്താ പറയുക ഈ എമിഷൻസും കാര്യങ്ങളെല്ലാം കുറക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. പിന്നെ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെ കെമിക്കൽസ് എടുക്കുന്നുണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റെക്കോർഡിക്കലായിട്ട് എടുത്തു വെക്കണം. അത് ഡോക്യുമെൻറ്റ് ചെയ്യുകയും വേണം. അതേപോലെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു സേഫ്റ്റി കൾച്ചർ തന്നെ ഉണ്ടായിരിക്കണം. സേഫ്റ്റി ആയിട്ട് കൃത്യമായിട്ട് അത്രയും സീരിയസ് ആയിട്ട് തന്നെ അതിനെ നമ്മൾ നോക്കണം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കണം. അത് എക്വിപ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ ട്രെയിനിങ്സിൻ്റെ കാര്യങ്ങളായാലും കൃത്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൊണ്ടുവരണം. അതേപോലെ റെഗുലേറ്ററി കംപ്ലയൻസസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ് ടു ഡേറ്റ് ആയിട്ട് സേഫ്റ്റി പ്രാക്ടീസസ് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഷയത്തിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യം പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന ഓർഡർ എഴുതുന്നതിനെ ഞാൻ പിന്തുണക്കുന്നില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് പാർട്ട് സിയിൽ നിന്നാണ്. ഓക്കെ, പാർട്ട് സി ആദ്യം തുടങ്ങുക. കാരണം അതിൽ 6 ചോദ്യം നമുക്ക് എഴുതിയാൽ മതിയല്ലോ, ഓരോ 7 മാർക്കിൻ്റെ ആദ്യ ചോദ്യങ്ങൾ. പാർട്ട് സി തുടങ്ങിയതിന് ശേഷം പാർട്ട് ബി തുടങ്ങാം, പിന്നീട് പാർട്ട് എ ആവാം. കാരണം പാർട്ട് എ എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലയിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ അതിലുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ തന്നെ വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളുടെ ഒരു കോൺഫിഡൻസിനെ അത് ഒരു പക്ഷേ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഏറ്റവും എളുപ്പത്തിൽ ആദ്യം സി പാർട്ടിൽ തുടങ്ങി വെക്കാം. സി എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബി പാർട്ട് തുടങ്ങും, ബിന് ശേഷം എ പാർട്ടിലേക്ക് തുടങ്ങും. ഓക്കെ, അതുകൊണ്ട് വേറെ ഗുണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എഴുതിയിട്ട് അവസാനം സമയം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എ പാർട്ടിലുള്ള ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വരുള്ളൂ. പക്ഷേ സമയം തികയാതിരിക്കില്ല, 3 മണിക്കൂറുണ്ട്. കൃത്യമായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പാസ്സാവാൻ സാധിക്കുന്നൊരു വിഷയമാണ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ PPE എന്ന് പറയുന്ന ഈ വിഷയം. അപ്പോൾ എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുകയാണ്. അപ്പോൾ എക്സാം നല്ല കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.